നമ്മുടെ ഈ മഹലിന്റെ സെക്രട്ടറി, അതുപോലെ തന്നെ അബൂബക്കർ മാസ്റ്റർ, ഖാദർ ഹാജി, ഹബീബ് മുസ ഹാജി, എം.ആർ. കുഞ്ഞമ്മദ് ഹാജി, റഹീം സഫ തുടങ്ങി പാലത്തായി ഹാജി, എന്റെ പ്രിയ സഹോദരൻ ഫർവാൻജി ഇസ്മായിൽ, ഈ സദസ്സിലിരിക്കുന്ന അബൂബക്കർ ഹാജി, എന്നോടൊപ്പം ഈ സദസ്സിലേക്ക് വന്ന ഖത്തറിലെ ഈ നാട്ടുകാരനായ എന്റെ പരിസര നാട്ടുകാരനായ മഹമ്മൂദ്, മുഹമ്മദ് അലി, അങ്ങനെ തുടങ്ങി ഒട്ടനവധി നിരവധി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ നേരത്തെ തന്നെ ഈ സദസ്സിലെത്തിച്ചേർന്ന് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, അബൂബക്കർ യമാനി ഉസ്താദ് ഉൾപ്പെടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തുറ്റ പ്രിയപ്പെട്ട പോരാളികളെ, ഈ സ്റ്റേജിലിരിക്കുന്ന ഞാൻ പേര് പറയാത്ത മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരന്മാരെ, ഉമ്മത്തങ്ങന്മാരെ, യുവ സുഹൃത്തുക്കളെ, ഹാഫിലുകളെ, മുതഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹല്ലിൽ നമ്മുടെ നാടിന്റെ മലരായി മാണിക്യമായി മധുവായി വിധിയായി അന്വേഷണം കൊള്ളുന്ന മഹാനായ ശൈഖ് അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് പെരുമാറാകട്ടെ. ഈ വർഷത്തെ ഉറൂസ് മുബാറക്കുകൾ തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹ് 27-ാം തീയതി 250 ചെമ്പ് ഭക്ഷണം വെച്ച് വിളമ്പി, അത് വളരെ സന്തോഷകരമായ രീതിയിൽ ആ ഉറൂസ് മുബാറക്ക് ബറക്കത്തിന് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് സ്വീകരിക്കുന്നത് നടത്തുമ്പോൾ, ഇന്നതിന്റെ 1-ാമത്തെ ദിവസം ഈ സദസ്സിൽ തളിച്ചുകൂടിയ നമുക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്തതിനു ശേഷം നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇൻഷാ അല്ലാഹ് ദുആ ലാസ്റ്റ് അല്ലാഹു തആല സ്വീകരിച്ച് നമ്മുടെ ഉറൂസിന്റെ സമ്മാനമായി ബഹുമാനപ്പെട്ടവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ ദർജയും അവിടുത്തെ കറാമത്തും അവിടുത്തെ പദവിയും അവിടുത്തെ ഫദ്ലും അല്ലാഹു ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഉയർത്തുമാറാകട്ടെ. ജാഹിലീങ്ങളും താബികളുമായ ഒന്നിനും കഴിയില്ലാത്ത നമുക്ക് അവിടുത്തെ ഗുരുത്വവും നിന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് നേരിട്ട് കണ്ട ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ബഹുമാനപ്പെട്ടവരുടെ അല്ലാഹു മർക്കദുകളുടെ ഗുരുത്വവും അല്ലാഹു ഈ മജ്‌ലിസിന്റെ പോരിശ കൊണ്ട് നമുക്ക് പെരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളാ വേറെ നിങ്ങളിപ്പോ ആ പരിപാടിയും തുടങ്ങിയ? അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് സമയമേറെ വൈകി. നമ്മുടെ നാടിന്റെ പ്രത്യേക സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് നമുക്ക് വളരെ നേരത്തെ പരിപാടി നിർത്തണം. നിരാശയൊന്നും വേണ്ട. ഉദ്ദേശിച്ച വിഷയം പരമാവധി പറയാൻ പറ്റുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും സംഘാടകർ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി കടന്നു വരുന്ന പുരുഷന്മാർക്ക് ഈ പന്തലിനകത്ത് കസേര ഒഴിവുണ്ടെങ്കിൽ അവിടെ ഇരിക്കാം. ഇല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ സൗകര്യത്തെ കുറിച്ച് എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് കടലാസോ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഇല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്ത് ഇനി അവർ വന്നാൽ ഇരിക്കാൻ വേണ്ടി കുറെ കസേര ഇട്ടിട്ടുണ്ട്. ആ കസേര എടുത്ത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് പുരുഷന്മാർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനുവേണ്ടി ശരിക്ക് ത്യാഗം ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒരു പ്രഭാഷണ വേദിയുടെ സമാപനം പറയേണ്ടുന്ന വിഷയമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ആദ്യം പറയുന്നത്. ഒരു പ്രഭാഷണ വേദിയുടെ സമാപനത്തിലാണ് പലപ്പോഴും ഈ വിനീതനെ ക്ഷണിക്കപ്പെടുക. പക്ഷേ പെരിങ്ങത്തൂർ ജുമഅത്ത് പള്ളി മഹല്ലിന്റെ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസുമായി ബന്ധപ്പെടാൻ പ്രിയപ്പെട്ട സംഘാടകർക്ക് നേരത്തെ കഴിയാത്തത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ നിയോഗം അത് അവർക്കൊരു തടസ്സമായിരുന്നു. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഉറൂസിനെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള ഒരു തന്റെ ഇടമുണ്ടായില്ല. ആ സമയത്ത് എങ്ങനെ ബന്ധപ്പെട്ട് നേരത്തെ ഡേറ്റ് വാങ്ങി എന്നെ സമാപനം വെച്ച് ഒരു വലിയ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിനുള്ള
ഒരവസ്ഥ അവർക്കുണ്ടായില്ല. പിന്നീട് ഞാൻ പ്രോഗ്രാമിന് ജൂലൈ മാസം മുതൽ പോയി തുടങ്ങിയെന്നറിഞ്ഞപ്പോ എന്റെ വീട്ടിൽ എന്നെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടി വന്ന ചെറുവാഞ്ചേരി ഇസ്മായിൽ സാഹിബിനോടൊപ്പം ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് ഞാൻ പ്രഭാഷണത്തിന് തുടങ്ങിയത് അറിയാത്തത് കൊണ്ട് ഓഗസ്റ്റ് അതുപോലെ തന്നെ ജൂലൈ മാസങ്ങളിൽ ഒരുപാട് ഒഴിവുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഒഴിവിലേക്ക് ഈ ഒറൂസിന്റെ 21-ാം തീയതി എന്ന മഹത്തായ ഒരു ഡേറ്റിന് എഴുതി ചേർത്തതാണ്. അത് അല്ലാഹു എനിക്ക് തന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്റെ പൊന്നുമോന് തന്ന ഭാഗ്യം, എന്റെ ഉപ്പാക്ക് തന്ന ഭാഗ്യം, എന്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യം. അല്ലാഹുവിന്റെ ആൺകുട്ടികൾ കിടന്നുറങ്ങുന്ന മണ്ണിൽ അവരുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുക എന്നത് അല്ലാഹു ജീവിതത്തിൽ തരുന്ന വലിയ ഭാഗ്യം. ഈ സദസ്സിൽ വന്നിരിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് അതിനേക്കാളേറെ അല്ലാഹു തന്ന വലിയ ഭാഗ്യം. അല്ലാഹു ഇത് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഈ മഹല്ലിന് അല്ലാഹു ഉണർവും ഉന്മേഷവും കൊടുക്കുമാറാകട്ടെ. മുഖത്തെ വലിച്ചു കീറി ചിന്ന ഭിന്നമാക്കിയ അസ്ലം എന്ന് പറയുന്ന പ്രിയ സഹോദരന്റെ പൂമുഖം അല്ലാഹു സ്വർഗത്തിൽ പളുങ്കുപോലെ പവിഴം പോലെ അല്ലാഹു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ എന്ന ഈ നാടിന് അനിവാര്യമായ ആമുഖ പ്രാർത്ഥനയോടെയാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവിശാലമായി പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം എത്ര നോക്കിയാലും മതിവരാത്ത ആകാശവും എത്ര സഞ്ചരിച്ചാലും അവസാനിക്കാത്ത ഭൂമിയും എത്ര എണ്ണയാലും ഒടുങ്ങാത്ത അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അതിശയങ്ങളും കൊണ്ട് അല്ലാഹു നിറച്ചിരിക്കുന്ന ഈ പ്രപഞ്ചം ഒരു ജീവനുള്ള മനുഷ്യനെ പോലെ ചിലപ്പോൾ കരയുകയും ചിലപ്പോൾ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല. എന്നാലും ഈ പ്രപഞ്ചത്തിന്റെ ആകെ മൊത്തം സന്തോഷം എന്ന് പറയുന്നത് സർവലോകത്തിലും അനുഗ്രഹമായിട്ടല്ലാതെ മുത്ത് റസൂലേ അവിടുത്തെ ഞാൻ അയച്ചിട്ടില്ല എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ആകാശത്തിന് സന്തോഷം വേണമെങ്കിൽ പൂനിലാവ് പോലെ മദീനയുടെ പൂവിളക്ക് തെളിഞ്ഞു നിൽക്കണം. ഭൂമിക്ക് സന്തോഷം വേണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരി തൂകി നിൽക്കണം. ഈ പ്രപഞ്ചത്തിന്റെ സന്തോഷം മുഴുവനും മദീനയിലാണ്. ഈ പ്രപഞ്ചത്തിന്റെ സന്തോഷം മുഴുവനും ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. അവിടുത്തെ കണ്ണ് നിറഞ്ഞാൽ, അവിടുത്തെ മനസ്സിൽ സങ്കടം വന്നാൽ, അവിടുത്തെ മനസ്സൊന്ന് പിടഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും പിടയും. അവിടുത്തെ കണ്ണുനീർ തുള്ളികൾ ഈ ലോകത്തിന്റെ എന്തെങ്കിലും ഒരു ഗതിവിഗതികൾ ഓർത്തുകൊണ്ടൊന്ന് നിറഞ്ഞൊഴുകിയാൽ ആകാശത്തിനും ഭൂമിക്കും പർവ്വത നിരകൾക്കും മാമരങ്ങൾക്കും മഴത്തുള്ളികൾക്കും മരച്ചില്ലകൾക്കും മണൽത്തരികൾക്കും മറുമരങ്ങൾക്കും ഒന്നിനും ഒരു സന്തോഷം ഈ പ്രപഞ്ച ലോകത്തിലുണ്ടാവുകയില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അത് പ്രപഞ്ചത്തിന്റെ മാത്രം രഹസ്യമല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിയായി സ്നേഹിക്കുന്ന ആശിഖീങ്ങളെ പരിശോധിച്ചു നോക്കുക, പ്രവാചക പ്രേമികളെ പരിശോധിച്ചു നോക്കുക. മദീനയുടെ റൗള ശരീഫിന്റെ മുറ്റത്ത് പോയി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ സലാം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ആശിഖായ മനുഷ്യനെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി വന്നിട്ട് അവിടെ നിന്നോട്ട് അല്പം മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ പോലും മനസ്സ് പിടച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞൊഴുകും. പ്രവാചക പ്രേമികളുടെ മനസ്സെങ്ങനെയാണ്? മദീനയുടെ പ്രാവിനോട് മഹബത്ത്, മദീനയുടെ മണ്ണിനോട് മഹബത്ത്, മദീനയുടെ കുബ്ബയോട് മഹബത്ത്, മദീന എന്ന പേരിനോട് മഹബത്ത്. മദീന എന്നെവിടെയെങ്കിലും എഴുതിയാൽ ഓടിപ്പോയി മുത്തം കൊടുക്കാതെ സമാധാനമില്ലാതെ ജീവിക്കുന്ന ആശിഖ്യങ്ങൾ ആ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽവിൽ കൊണ്ട് നടക്കുന്നവരാണ്. പ്രവാചകന്റെ മനസ്സ് സങ്കടപ്പെട്ടാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല. പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുപോലെ ഒരു സംഭവം ഇവിടെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് സയ്യിദേ നീ ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് സയ്യിദേ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? മഹാനായ സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു പറയും, അബൂബക്കറെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ?
കഴിഞ്ഞ 3 ദിവസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. നബി തങ്ങൾ സാധാരണ പോലെയല്ല നമസ്കാരം കഴിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചിരുന്ന പ്രവാചകർ 3 ദിവസം കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല. ഞാൻ വീട്ടിലന്വേഷിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം കൊണ്ട് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. പ്രവാചകന്റെ മുഖത്തെ പുഞ്ചിരി എവിടെ പോയി? അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന്റെ സന്തോഷം എവിടെ പോയി? എനിക്ക് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല. അതുകൊണ്ട് അതിന്റെ കാരണം നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വിടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടിച്ചോടി കണ്ണീരോടുകൂടി കഴിയുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നു. അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിളിച്ചപ്പോ നിറകണ്ണുകളോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അവിടത്തേക്ക് എന്താണ് സംഭവിച്ചത്? അങ്ങ് ചിരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ചിരിയില്ല നബിയേ, അങ്ങ് സന്തോഷിച്ചില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് തന്നെ സന്തോഷമില്ല നബിയേ. അതുകൊണ്ട് അങ്ങയുടെ മനസ്സിനെ ഇത്രയധികം വേദനിപ്പിക്കുന്ന വേദനയുണ്ടെന്ന് അവിടുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം റസൂലേ. എന്തിനാണ് അവിടെ ഇങ്ങനെ പൊട്ടിക്കറിയും പറഞ്ഞു? എന്തോ ഒരു വലിയ ദുഃഖഭാരം ആ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അതെന്ത് എന്ന് മുത്തു നബിയെ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു. നബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനാണ്. നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട യോഗ്യതയുള്ള മഹാനുഭാവനാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അങ്ങയുടെ ശിരസറ്റ കബന്ധത്തെ മരുഭൂമിയുടെ മണ്ണിൽ തട്ടിയുരുട്ടാനുള്ള ആർത്തിയോടുകൂടി ഊർച്ചയുള്ള സൂര്യവെളിച്ചമേറ്റ് വെട്ടിത്തിളങ്ങുന്ന വാളുമായി അങ്ങയുടെ തലവെട്ടാൻ ഓടി വന്ന ഉമറാണിത്. അങ്ങയോടൊപ്പം എഴുതുപോലെ കൂടെ നടന്നു തുടങ്ങിയിട്ട് നാളുകളേറെയായി. അങ്ങ് കരഞ്ഞാൽ ഈ ഉമറിന് സഹിക്കില്ല. അങ്ങയുടെ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞാൽ ഈ ഉമറിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് റസൂലേ എന്തിനാണ് അവിടെ നിന്ന് കരയുന്നറിഞ്ഞ് പാവപ്പെട്ട എന്നോട് പറയണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. ഒരുപാട് സഹാബികൾ വന്ന് പറഞ്ഞില്ല. ഒരുപാട് സഹാബികൾ വന്ന് ചോദിച്ചു. അവരോട് ആരോടും എന്തിനാണ് ഞാൻ ഈ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞില്ല. അവസാനം പ്രിയപ്പെട്ട സഹാബികൾ എല്ലാവരും കൂടി തീരുമാനിച്ചു, ഇനി നമുക്കുള്ള പൂമ്പടി ഒരേ ഒരു പൂമ്പടിയേ ഉള്ളൂ. ആര് ചോദിച്ചാലാണ് അല്ലാഹുവിന്റെ റസൂലിന് മറുപടി തരിക? ആര് ചോദിച്ചാലാണ് മുത്ത് റസൂലിന് മറുപടി തരിക? എല്ലാവരും ഒരേ ശ്വാസത്തിൽ പറഞ്ഞു, മുത്തു ഹബീബിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമത്തു സുഹറാ റളിയല്ലാഹു തആല അൻഹാ, റസൂലുള്ളാഹിയുടെ പൊന്നുമോൾ, റസൂലുള്ളാഹിയുടെ കരളിന്റെ കഷണം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പറഞ്ഞു വിടാം. ആ കണ്ണീരിന് പരിസമാപ്തി കുറിക്കാൻ, ആ സങ്കടത്തിന്റെ കാരണം ചോദിക്കാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടി വരികയാണ്. തന്റെ ചെറിയ കൂരച്ചുവത്തിരുന്ന കണ്ണുനീരോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട്, യാ റസൂലല്ലാഹ് അവിടുന്ന് എന്തിനാണ് പൊട്ടിക്കറിയുന്നത്? 3 ദിവസം കൊണ്ടങ്ങ് സങ്കടത്തിലാ, 3 ദിവസം കൊണ്ടങ്ങ് ബേജാറിലാണ്, 3 ദിവസം കൊണ്ടങ്ങ് വിഷമത്തിലാണ്. എന്തിനാണ് നബിയേ അങ്ങ് ഇത്ര സങ്കടപ്പെടുന്നതെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭൂമുഖത്തിൽ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുകയാണ്. ആ ഫാത്തിമ വന്നാൽ എഴുന്നേൽക്കാതിരിക്കാൻ കഴിയില്ല. ആ ഫാത്തിമ വന്നാൽ മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയൂല. ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ശിരസിൽ നെറ്റിത്തടത്തിൽ മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് സുബ്ഹാനക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. മുത്തുനബി തങ്ങളെ സങ്കടം കൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, പറയണം റസൂലേ, പറയണം റസൂലേ, അവിടുന്ന് എന്തിനാണ് കരയുന്നതെന്ന് പറയണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 3 ദിവസം മുമ്പ് എന്റെ അടുത്ത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിരുന്നു. ഫാത്തിമ 3 ദിവസം മുമ്പ് എന്റെ അടുത്ത് ഫാത്തിമ ജിബ്രീൽ വന്നിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ജിബ്രീൽ വരുമ്പോ സന്തോഷമല്ലേ നബിയേ?
ജിബ്രീൽ വരുമ്പോ സന്തോഷമല്ലേ വേണ്ടത് റസൂലേ? ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സന്തോഷമുള്ള വർത്തമാനമല്ല ജിബ്രീൽ പറഞ്ഞിട്ട് പോയത്. ജിബ്രീൽ പറഞ്ഞിട്ട് പോയത് എനിക്ക് സന്തോഷം തരുന്ന വർത്തമാനമല്ല ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, പറയണം നബിയേ, ആ ജിബ്രീൽ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് സങ്കടത്തിന്റെ കനൽക്കട്ട കോരിയിട്ട് പറഞ്ഞിട്ട് പോയ വർത്തമാനം എന്തെന്ന് പറയൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജിബ്രീൽ എന്ന് പറഞ്ഞു, ഈ പ്രവിശാലമായ ലോകം തകർന്നു പോകുന്നു നബിയേ, ആകാശം തകർന്നു വീടും, പർവ്വതങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ പറക്കും, ഭൂമി തകർന്ന് തരിപ്പണമാകും നബിയേ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്റാലഹാ وقال الإنسان ما لها. ഈ പ്രപഞ്ചം മുഴുവനും തകർന്നടിഞ്ഞു പോകുന്ന ഒരു ഭയാനകരമായ അതിശയകരമായ ദിവസത്തെക്കുറിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറയുന്നു, ജിബ്രീൽ എനിക്ക് മുന്നറിയിപ്പ് തന്നു ഫാത്തിമ. ആ ദിവസത്തിന്റെ ഭയാനകത, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ബിൽ ജലാലി വൽ ഇക്റാം. സർവരും നശിക്കുന്നവരാണ്, എല്ലാ അധികാരിവർഗങ്ങളും അധികാര കസേരകളും തകർന്നടിഞ്ഞ് തരിപ്പണമായി പോകുന്നതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, സർവരും നശിച്ചു പോകുന്ന ഒരു ദിവസം വരും. വയബ്ഖാ വജ്ഹു റബ്ബിക ബിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു മാത്രം അവശേഷിക്കുന്ന ഒരു ലോകം, അല്ലാഹു മാത്രം അവശേഷിക്കുന്ന ഒരു ലോകം. ആ ലോകമുണ്ടാകുന്ന കാലഘട്ടത്തെക്കുറിച്ച് ജിബ്രീൽ പറഞ്ഞു ഫാത്തിമ. എന്നിട്ടോ രണ്ടാമത് ഇസ്രാഫീൽ എന്ന മലക്കിന് ജീവൻ കൊടുത്തിട്ട് ആ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിലേറുമ്പോൾ ഈ ലോകത്തിലുള്ള സർവരും മരണപ്പെട്ടു പോയവര് ഖബറിന്റെ അകത്തും എഴുന്നേറ്റ് വരും ഫാത്തിമ. സർവാഞ്ചേരിയിൽ അടക്കിയവര്, പെരുങ്ങത്തൂരടക്കിയവര്, പാനൂരടക്കിയവര്, കൂത്തുപറമ്പിലടക്കിയവര്, ഏതെല്ലാം പള്ളി ഉടമക്കുമറകളിൽ, ഏതെല്ലാം സ്ഥലങ്ങളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഖബറിന്റെ അകത്തളത്തിൽ നിന്ന് മനുഷ്യരെല്ലാം എഴുന്നേറ്റ് വരുന്ന ഭയാനകരമായ ഒരു ദിവസമുണ്ടതാണ് മഹ്ശറ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഫാത്തിമ, ഞാൻ കരഞ്ഞത് അതോർത്തിട്ടല്ല ഫാത്തിമ, ഞാൻ കരഞ്ഞത് ഇനി ജിബ്രീൽ പറഞ്ഞത് ഓർത്തിട്ടാണ് പൊട്ടിക്കരഞ്ഞു പോയത്. ഇനി ജിബ്രീൽ പറഞ്ഞ സംഭവം ഓർമ്മിച്ചിട്ടാണ് ഞാൻ വല്ലാതെ പിടച്ചു പോയത്. എന്താണ് ജിബ്രീൽ പറഞ്ഞതെന്നറിയോ? എല്ലാ മനുഷ്യരെയും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് എല്ലാ സൃഷ്ടിചരാചരങ്ങളെയും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഒരു വിഭാഗം സ്വർഗ്ഗത്തിൽ, മറ്റൊരു വിഭാഗം നരകത്തിൽ, രണ്ട് വിഭാഗത്തെ മാറ്റി നിർത്തപ്പെടും. എന്നിട്ട് അവരുടെ മുന്നിലേക്ക് നരകത്തെ വലിച്ചെടുച്ചു കൊണ്ടുവരും. അവരുടെ മുന്നിലേക്ക് നരകത്തെ വലിച്ചെടുച്ചു കൊണ്ടുവരും. 70,000 ചങ്ങലയിട്ടിട്ടാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരിക. 70,000 ചങ്ങലയിട്ടിട്ട് നരകത്തെ വലിച്ചു കൊണ്ടുവരും. ഓരോ ചങ്ങലയും പിടിച്ചിരിക്കുന്നത് 70,000 മലക്കുകളാണ്. 70,000 ചങ്ങലയിട്ടിട്ട് നരകത്തെ വലിച്ചു കൊണ്ടുവരും. ഒരു ചങ്ങല പിടിക്കുന്നതിന് 70,000 മലക്ക് വേണം. അല്ലാഹുവിന്റെ റസൂൽ കരയുന്നു, പൊട്ടിക്കരയുന്നു ഫാത്തിമ. ഓരോ മലക്കിന്റെ കയ്യിലും നരകത്തിൽ കൊണ്ടുപോകുന്ന മനുഷ്യന്റെ മുഖത്തും പുറകുഭാഗത്തും അടിക്കുന്നതിന് വേണ്ടി ഇരുമ്പിന്റെ വലിയ ഓരോ ചുറ്റിക, ഇരുമ്പിന്റെ വലിയ കഷണം കൊടുത്തിട്ടുണ്ട് ഫാത്തിമ. അതുകൊണ്ട് ഈ മനുഷ്യരെ അടിക്കും. ചുട്ടുകൊള്ളുന്ന ചെമ്പ് തിളച്ചു മറിയുന്ന മണ്ണിൽ വ്യഭിചാരികളും കണ്ണുകുടിയന്മാരും പലിശക്കാരും തലമറക്കാത്തവരും നിസ്കരിക്കാത്തവരും നോമ്പ് പിടിക്കാത്തവരും അല്ലാഹുവിന്റെ ഔലിയാക്കളെ, ആരിഫീങ്ങളെ, ആലിമീങ്ങളെ കുറ്റം പറയുന്നവരും അവരെ വലിച്ചിഴച്ചു കൊണ്ടുവരും ഫാത്തിമ. ദുനിയാവിൽ
ദുനിയാവിലുള്ള മുഴുവൻ ഇരുമ്പ് കൂട്ടങ്ങളും എടുത്തു വെച്ചാലും ഒരു മലക്കിന്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പിന്റെ ചിറ്റയോളം വരില്ല എന്ന് ജിബ്രീൽ പറഞ്ഞു ഫാത്തിമ. ദുനിയാവിലുള്ള മുഴുവൻ ഇരുമ്പ് കൂട്ടങ്ങളും എടുത്തു വെച്ചാലും ഈ മലക്കിന്റെ ഒരു മലക്കിന്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പിന് സമാനമാവില്ല എന്ന് എന്നോട് പറഞ്ഞു ഫാത്തിമ. എനിക്ക് പേടിയാണ് ഫാത്തിമ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാള്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാള്, അതാണാകട്ടെ പെണ്ണാകട്ടെ, ഈ മലക്കിന്റെ ഇടി കൊണ്ടുകൊണ്ട് ഈ നരകത്തിന്റെ അകത്ത് കിടക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഫാത്തിമ. അതുകൊണ്ടാണ് കരയുന്നത്, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത്, അതുകൊണ്ടാണ് ചിരിക്കാത്തതെന്ന് മുത്തുനിബിതങ്ങൾ പറയുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെരിങ്ങത്തൂരി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, നിന്റെ ഗതിയോർത്തിട്ട് മദീനയുടെ നായകൻ ഭക്ഷണം കഴിക്കുന്നില്ല, നിന്റെ ഗതിയോർത്തിട്ട് മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിക്കുന്നില്ല. തലമറക്കാതെ പെരിങ്ങത്തൂര് മുന്നിലൂടെ നടന്നു പോകുന്ന പെങ്ങളെ, നിന്നെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരഞ്ഞത് നിങ്ങളുടെ ചങ്കിന്റെ ചോരയായ നബിയെ മുഹമ്മദ് മുസ്തഫ. കള്ളിനും കഞ്ചാവിനും അടിപ്പെട്ടുകൊണ്ട് കാമം തീർക്കാൻ കാമുകിമാരുടെ പിന്നാലെ വെള്ളമിറക്കി നടക്കുന്ന കണ്ണൂർ ജില്ലയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആരോഗ്യം മറന്നിട്ട്, അല്ലാഹു തന്ന ആഫിയത്ത് മറന്നിട്ട് ദുനിയാവിന്റെ ചോര പിളപ്പ് കൊണ്ട് നരകത്തെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുപോലെ നിന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അല്ലാഹു റസൂൽ പൊട്ടിക്കരഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിനക്ക് പേടിയില്ല, നിനക്ക് ആശങ്കയില്ല, നിനക്ക് ടെൻഷനില്ല. ചുണ്ടിൽ ലിഫ്റ്റിക്ക് പുരട്ടിയിട്ട് പെരിങ്ങത്തൂരിന്റെ മണ്ണിലൂടെ കാമുകന്മാരെ മയക്കിയെടുക്കാൻ വേണ്ടി കഴുകന്മാരെ പോലെ പറക്കുന്ന പൊന്നുമോളെ, നിന്റെ മനസ്സിന്റെ ഭയം എവിടെ പോയി പൊന്നുമോളെ, നിന്റെ കൽബിലെ ഈമാൻ എവിടെ പോയി പൊന്നുമോളെ. നിന്റെ അലിയിൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ മുറ്റത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിനക്ക് മടങ്ങി വരാ, നിനക്ക് മടങ്ങി വരാ, ഇതൊരു വലിയ അവസരമാണ്. അല്ലാഹു ആ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് തരട്ടെ. തീർച്ചയായും മഹാന്മാരുടെ ആണ്ടും ഉറൂസും അവരുടെ ഹളറത്തിലും വലിയ മാറ്റം നമുക്കുണ്ടാവും. മടങ്ങി വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണിത്. മഹാന്മാരുടെ ഹളറത്ത് അങ്ങനെയാണ്. ഇപ്പോ എന്റെ പൊന്നുമോന്റെ വിയോഗത്താൽ ഇതുവരെ സങ്കടം മാറാത്ത എന്റെ പ്രിയപ്പെട്ടവളെ, അവസാനം അതിന് പരിഹാരം കാണാൻ ഞാൻ 4 ദിവസം മുമ്പ് എന്റെ പ്രിയതമയെ കോഴിക്കോട് വാഫഖത്തുകളുടെയും ശംസുൽ ഉലമ നഫറല്ലാഹു ബറകതുഹു അവരുടെ മനോഹരമായ ശംസുൽ ഉലമയുടെ മഖാമിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. അൽഹംദുലില്ലാഹ്, ആ മഖാമിൽ സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്തിന്റെ ബാക്കി മക്കളെയും ഭാര്യയും അവിടെ ഇരുത്തി ഞാൻ ഇപ്പുറത്തിരുന്ന് ദുആ ചെയ്തു. എന്നോട് അവൾ തുറന്നു പറഞ്ഞു. അപ്പോഴാണ് മനസ്സിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടുക. മഹാന്മാരുടെ ഹളറത്ത്, ഔലിയാക്കളുടെ ഹളറത്ത്, ആരിഫീങ്ങളുടെ മഖാമിന്റെ അരികിൽ ഇരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന കുളിർമ അത് വല്ലാത്തതാണ്. അല്ലാഹു തആല ഈ മണ്ണിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ പറ്റുന്നവർ ഈ മണ്ണിൽ നിന്ന് മാറ്റമുണ്ടാക്കണം. നിങ്ങളെല്ലാവരും പ്രശ്നക്കാരാണ് എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. ഞാനും പ്രശ്നം, നിങ്ങളൊക്കെ പ്രശ്നമാണ്. മനസ്സുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്നവരായി മാറണം. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ പരിഹരിക്കാനുള്ള തൗഫീഖ് നമുക്ക് തരുമാറാകട്ടെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർത്തിട്ടാണ് ഭയന്നത്. ഈ സമുദായത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിൽ കിടക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. നമുക്കത് ഓർക്കാൻ നേരമില്ല. ഇന്നും ഞാൻ കണ്ടു, ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വലിയ ഒരു കല്യാണ വീട്, അതിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ഒരു 10-200 സ്ത്രീകൾ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ചിലപ്പോ ആ കല്യാണത്തിന്റെ ആൾക്കാർ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനിപ്പോ ഇതിനകത്തിരിക്കുന്ന എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കല്യാണമാണെങ്കിലും പറയാതിരിക്കാൻ പറ്റൂല. ഈ സ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെ ഈ വീടിന്റെ ഫ്രണ്ടിലും ഈ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? കണ്ടാൽ പർദ്ദയൊക്കെയാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും ഒന്നും ധരിക്കാത്തവർ നിൽക്കുന്ന പോലെ നോക്കി പോകുമാണെങ്കിൽ. ആ രീതിയിലാണ് ഇപ്പോഴത്തെ വസ്ത്ര സംവിധാനം. കുറ്റപ്പെടുത്തണമെന്ന് കരുതരുത്. നമുക്ക് അവിടെ രക്ഷപ്പെടണ്ടേ സഹോദരങ്ങളെ? 3 കഷ്ണം വെള്ള തുണി പൊരിഞ്ഞ് അവിടെ കൊണ്ടുവച്ചാൽ ഈ കൂട്ടുകാരികളും ഈ സെൽഫി എടുത്തവരും ഈ ബന്ധങ്ങളും ഒന്നും അവിടെ നമുക്ക് ഉപകാരപ്പെടില്ല. നീ ചെയ്തതെന്ത്? അവിടെ അള്ളാഹു ചോദിക്കുമ്പോ
നീ കണ്ണ് കാണിച്ചവർ, നീ നോക്കിയവർ, നീ ആസ്വദിച്ചവർ, നീ മോശമായി വസ്ത്രം ധരിച്ചു കൊണ്ടുപോയ മണൽത്തരികളൊക്കെ നിനക്കെതിരാകും. ആണും പെണ്ണും ശ്രദ്ധിക്കണം. അല്ലാഹുവേ, നമുക്ക് നല്ലൊരു ജീവിതം പടച്ചവനെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ നരകത്തെ ഭയന്ന്, നിന്റെ നരകത്തെ ഭയന്ന് ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിന്റെ ഇരുട്ടറയെ മനസ്സുകൊണ്ട് ചിത്രീകരിച്ചിട്ട് അല്ലാഹുവേ നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ ഈ വലിയ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നീ ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ എത്ര സന്തോഷിച്ചാലും, എത്ര കല്യാണത്തിന് പോയാലും, എത്ര ഷോപ്പിങ്ങിന് പോയാലും, എത്ര സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചാലും, എത്ര വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചാലും, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തൻസുൽ അലീമത്തൈ, രണ്ട് കാര്യം നിങ്ങൾ മറക്കല്ലേ, രണ്ട് കാര്യം നിങ്ങൾ മറക്കല്ലേ. എന്തു മറന്നാലും രണ്ട് കാര്യം നിങ്ങൾ മറക്കല്ലേ, എന്തു മറന്നാലും രണ്ട് കാര്യം നിങ്ങൾ മറക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ മറക്കല്ലേ എന്ന് പറഞ്ഞ രണ്ട് കാര്യത്തിന്റെ അവസ്ഥയുണ്ടെന്ന് പെരിങ്ങത്തോട് വന്നവർക്കറിയണ്ടേ. ആരംഭ റസൂൽ പറയുന്നു, മറക്കല്ലേ, മറക്കല്ലേ, മറക്കല്ലേ. നിങ്ങൾ എവിടെ പോയാലും ഈ രണ്ട് കാര്യം നിങ്ങൾ മറക്കല്ലേ. സഹാബികൾ ചോദിച്ചു, വമൽ അലീമത്താനി യാ റസൂലല്ലാഹ്, ഏതാണ് ആ പ്രധാനപ്പെട്ട രണ്ട് കാര്യം നബിയേ, ഏതാണ് ആ രണ്ട് കാര്യം റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ജന്നത്തു വന്നാർ, അൽ ജന്നത്തു വന്നാർ. ഒന്ന് സ്വർഗമാണ്, മറ്റൊന്ന് നരകമാണ്. ഒന്ന് സ്വർഗമാണ്, അരുവികളെ കൊണ്ട് ഹൂർലിങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗമില്ലേ. സഅദ് റളിയല്ലാഹു അൻഹു ചിറക് വിരിച്ചു പറന്നുപോയ സ്വർഗം, ഹംസ റളിയല്ലാഹു അൻഹു രാജകുമാരനെ പോലെ കിടന്നുല്ലസിക്കുന്ന സ്വർഗം, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു ആനന്ദ നൃത്തം ചവിട്ടുന്ന മനോഹരമായ സ്വർഗം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ മറക്കല്ലേ, മറക്കല്ലേ. നരകവും മറക്കല്ലേ, സ്വർഗം മറക്കല്ലേ, നരകം മറക്കല്ലേ. പിന്നെ എത്ര സംഭവിച്ചാലും ഇത് രണ്ടും നിങ്ങൾ മറക്കല്ലേ. എത്ര ബിസിനസ് നടത്തിയാലും ചെറുപ്പക്കാരാ മറക്കല്ലേ. ഏത് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാലും ചെറുപ്പക്കാരാ മറക്കല്ലേ. സുബഹിന്റെ സമയത്ത് സുഖലോലുപരായി പെരിങ്ങത്തോട് പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള വീട്ടിന്റെ അകത്ത് സുഖലോലുപരായി കിടന്നുറങ്ങുമ്പോ നിങ്ങൾ രണ്ട് കാര്യം മറക്കല്ലേ. അൽ ജന്നത്തു വന്നാർ, അത് സ്വർഗമാണ്, നരകമാണ്. ആഡംബര കല്യാണത്തിന്റെ അകത്തളത്ത് വന്ന് വിട്ടുപോയിട്ട് കാമുകനെ കാണാൻ കടക്കണ്ണുകൊണ്ട് വിളിയും പറയുന്നു, എന്റെ കണ്ണൂരിലെ പൊന്നുമോളെ, രണ്ട് കാര്യം നിങ്ങൾ മറക്കല്ലേ, രണ്ട് കാര്യം നിങ്ങൾ മറക്കല്ലേ. കണ്ടവന്റെ കൂടെ ഐസ്ക്രീം നുണയുന്നതിന് വേണ്ടിയിട്ട് പർദ്ദ മാറ്റിയിട്ട് അടിയിലിട്ടിരിക്കുന്ന ചുരിദാറിനിട്ടുകൊണ്ട് തോളത്ത് കൈയിട്ടുകൊണ്ട് കറങ്ങി നടക്കുന്ന പൊന്നുമോളെ, രണ്ട് കാര്യം മറക്കല്ലേ. കഞ്ചാവും ചുണ്ടിനടിയിൽ തിരികുന്ന ലഹരിയും കള്ളുമായിട്ട് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് വാശി പിടിച്ചിട്ട് നരകത്തിന്റെ വിറക് കൊള്ളിയാവാ കാത്തിരിക്കുന്ന പൊന്നുപോലെ മറക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എവിടെ പോയാലും രണ്ട് കാര്യം നീ മറക്കല്ലേ. ഒന്ന് സ്വർഗമാണ്, മറ്റൊന്ന് നരകമാണ്. അല്ലാഹുവേ, അത് ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണം, എപ്പോഴും അത് ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണം. അത് മറന്നു പോകുന്ന ഒരു സന്തോഷം നമുക്ക് വേണ്ട, അത് മറന്നു പോകുന്ന ഒരു ആനന്ദം നമുക്ക് വേണ്ട, അത് മറന്നു പോകുന്ന ഒരു ആഹ്ലാദം നമുക്ക് വേണ്ട. അലിയിൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വന്ന് നേർച്ചയിടുമ്പോ, അവിടെ വന്ന് സിയാറത്ത് നടത്തുമ്പോ, അവിടത്തേക്ക് ഫാത്തിഹ ഓതുമ്പോ ഒരു പ്രത്യേകമായ കുളിര് അല്ലാഹു നമുക്ക് തരുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവർക്ക് അല്ലാഹുവിന്റെ ചിന്ത ഒരു സെക്കൻഡ് പോലും മറക്കാറ് കൊണ്ടു നടന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പെരിങ്ങത്തൂര് വന്ന ചെറുപ്പക്കാരാ മറക്കല്ലേ. എന്തോ സംഭവിക്കട്ടെ, നാട്ടിൽ എന്ത് കലാപമുണ്ടാകട്ടെ, എത്ര സന്തോഷമുണ്ടാകട്ടെ, നിനക്ക് സമ്പത്തുണ്ടാകട്ടെ, നിനക്ക് കൊട്ടാരമുണ്ടാകട്ടെ, നിനക്ക് സുന്ദരിയായ പെണ്ണിനെ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, നിന്റെ ബിസിനസ് വിജയിക്കട്ടെ പരാജയപ്പെടട്ടെ, നിനക്ക് രോഗം വരട്ടെ വരാതിരിക്കട്ടെ, നിനക്ക് മക്കളുണ്ടാവട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, നിനക്ക് ജീവിതത്തിൽ ഏതൊക്കെ പ്രതികരണ ശേഷം നഷ്ടപ്പെടട്ടെ കടന്നു വരട്ടെ, അവിടെയല്ല രണ്ട് കാര്യം നിറഞ്ഞുള്ള ജീവിതം വേണ്ട. അൽ ജന്നത്തു വന്നാർ, ഒന്ന് സ്വർഗം മറ്റൊന്ന് നരകം. ഇത് മറന്നിട്ട് ജീവിക്കരുത് എന്ന് നബി തങ്ങൾ പറയാം.
എങ്ങനെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന് വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുമ്പോ ഇതെന്റെ കാമുകനെ കാണാനാണെന്ന് പറഞ്ഞുകൊണ്ട് ചുണ്ടു ചുമപ്പിക്കാൻ എങ്ങനെ ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിന് കഴിയും? ഇന്ന് നമ്മുടെ യുവാക്കൾ ഏറ്റവും അധികം കഞ്ചാവിന് അഡിക്റ്റായിരിക്കുകയാണ്. കള്ളൊന്നും ഒരു വിഷയമല്ല ഇന്ന്. കള്ളു കുടിക്കുന്നവർ പച്ചവെള്ളം കുടിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് കുടിക്കുക. കഞ്ചാവ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപാരമാണ് പ്രിയപ്പെട്ടവരെ, അപാരമാണ് അതിന്റെ വളർച്ച. തിരുവനന്തപുരം ജില്ലയിൽ ഒരു വീടിന്റെ മുമ്പ് നിന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കഞ്ചാവ് തൈ പിഴുതെടുത്തു. കഞ്ചാവ് തൈ, അതിന് ഇലകളുണ്ട്, തണ്ടും തടിയുമായി വളർന്നു കഴിഞ്ഞു. എല്ലാ ദിവസവും മകൻ വന്ന് വെള്ളവും വളവും ഒക്കെ ഇടുമ്പോ ഉമ്മ വിചാരിച്ചിട്ടുണ്ട് വെണ്ടയ്ക്കോ പാവയ്ക്കോ പച്ചക്കറി എന്തോ ആണെന്ന് കരുതിയത്. അത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന രീതിയിൽ അതിനെ തയ്യാറാക്കാൻ പറ്റുന്ന പാകത്തിന് അതിനെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു പൊന്നുമോൻ. 17 വയസ്സ് മാത്രമുള്ള ഒരു മകൻ ആത്മഹത്യ ചെയ്തു. എന്റെ വീട്ടിൽ ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ മകനാണ്. 17 വയസ്സേ ഉള്ളൂ. എന്തേ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ അതിന്റെ അന്വേഷണം പോകുന്നത് കഞ്ചാവിനും കള്ളിനും അടിപ്പെട്ടു എന്നാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ യുവാക്കൾ എന്ത് രസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയിലെ യുവാക്കൾക്കൊക്കെ ആണെങ്കിൽ നല്ല ആരോഗ്യമാണ്. 10, 12, 14, 17 ഒക്കെ വയസ്സായ മക്കളെ കാണാൻ നല്ല ആരോഗ്യമാണ്. കാരണം എല്ലാ ഭക്ഷണത്തിലും മുട്ട, എല്ലാ ഭക്ഷണത്തിലും നേന്ത്രപ്പഴം, പിന്നെ ഇറച്ചിപ്പത്തില്, മീൻപത്തില്, അങ്ങനെ പല പത്തിലാണ്. എന്ത് സാധനം കിട്ടിയാലും പത്തിരിക്കകത്ത് കയറ്റി വെക്കും, അടച്ചങ്ങ് വെക്കും, ഒരു പേരോട്, എന്നിട്ട് അതിനെങ്ങനെ കൊടുക്കുക. പിന്നെ ടയറ് പത്തിരി, ഒരിക്കലും തീരാത്ത ടയറ് പത്തിരിയൊക്കെ ഇവിടെ ഉള്ളതാണ്. എത്ര തിന്നാലും കഴിയില്ല. റമദാൻ 1 തിന്നു തുടങ്ങിയ 27 ലാവായാലും ഒരു ടയർ പത്തിരി തീരില്ല. MRFന്റെ ടയറിനെക്കാളും വലുതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. എല്ലാവരും കഴിക്കുന്നു. നല്ല ഫുഡല്ലേ. ഇന്ന് 3 വീട്ടിൽ ചായ കുടിക്കാൻ കയറിയാൽ ആ 3 വീട്ടിലും മുട്ടയില്ലാത്ത വിഭവമില്ല. മുട്ടമാല, മൊഹീദ്യമാല പോലെയാണ് മുട്ടമാല ഒക്കെ ഉണ്ട് എല്ലാ വീട്ടിലും. ഇതൊക്കെ സുലഭമായി മനുഷ്യന്റെ ശരീരത്തിന് പെട്ടെന്ന് വളർച്ചയുണ്ടാകാനും ആരോഗ്യമുണ്ടാകാനും ഒക്കെ ഉപകരിക്കുന്ന ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ പെരിങ്ങത്തൂരും കണ്ണൂരും തലശ്ശേരിയും പാനൂരും ഒക്കെ കഴിക്കുമ്പോൾ ആ നല്ല മക്കളുടെ ശരീരം നരകത്തിൽ കത്തിച്ചു കളയാനുള്ളതാണ്. അല്ലാഹുവേ, നമ്മുടെ ഈ യുവതയെ നീ കാത്തിരക്ഷിക്കണേ. എത്ര ചെറുപ്പക്കാരുണ്ട് നമുക്ക്, എത്ര യുവാക്കൾ. നമ്മുടെ പള്ളിയെ നോക്കാൻ, നമ്മുടെ മദ്രസയെ നോക്കാൻ, നമ്മുടെ പെങ്ങന്മാരെ നോക്കാൻ, നമ്മുടെ ദീനീയ സംഘടനകളുടെ മുമ്പിൽ നെഞ്ചു പിടിച്ച് ഒരുത്തനും തൊടില്ല എന്ന് തന്റെ ഇടത്തോടുകൂടി പറയാൻ ആയിരക്കണക്കിന് കരുത്തുറ്റ യുവാക്കളുണ്ട്. പക്ഷേ ഒന്നിനും ബോധമില്ല. എല്ലാം കഞ്ചാവാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ് തേരി കയറുന്ന പോലെ ഇങ്ങനെ ആടി എല്ലാം ഇഞ്ചക്ഷനിലൂടെ, ചുണ്ടിനടിയിൽ വെക്കുന്ന മരുന്നിലൂടെ. ഇതെവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഞങ്ങൾ അറിയുന്നില്ല ഉസ്താദേ. പെരിങ്ങത്തൂരുള്ള പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും പറയുന്നു ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ പൊന്നുമകന് കഞ്ചാവിന് അഡിക്റ്റായി പോയത് ഞങ്ങൾ അറിയുന്നില്ല. എവിടെ നിന്നാ തുടങ്ങുന്നത്? അവൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന്. സ്കൂൾ മാനേജ്മെന്റ് ശ്രദ്ധിച്ചാലും ഉദ്യോഗസ്ഥന്മാര് ശ്രദ്ധിച്ചാലും ഒന്നും അത് തടയാൻ കഴിയില്ല. സുലഭമായി സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കഞ്ചാവ് വിളമ്പി കൊടുക്കുകയാണ്. ആർക്കാണ് തടയാൻ പറ്റുക? ആര് തടയും? എത്രയോ സ്കൂളുകളിലുണ്ട് പ്രിയപ്പെട്ടവരെ. സ്കൂളിന്റെ പരിസരത്തുള്ള കടകളിലുണ്ട്. പാവപ്പെട്ട രഷ്യായി സിംഗൊക്കെ എത്രയോ നാളുകൊണ്ട് ഓടി നടന്നിട്ടാണ് പിടിക്കുക. എന്നാലും തീരുന്നില്ല. ഇയാൾ ഇത്രയും പിടിച്ചിട്ടും അതിന്റെ ഇരട്ടി വീണ്ടും കൂടല്ലേ? നല്ലതാണ് അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ, ചില തീരുമാനങ്ങളൊക്കെ വളരെ നല്ലതാണ് ഇത് പിടിക്കുന്നതിന്. പക്ഷേ ക്യാമ്പസുകളിൽ ചെല്ലുന്ന ഏറ്റവും കാശുള്ള കുടുംബത്തിലെ മക്കൾ, കാശുള്ള കുടുംബത്തിലെ മക്കളാരാ? പെരിങ്ങത്തൂരിലെ ഭാർഗവന്റെയും പൊന്നപ്പന്റെയും മക്കളല്ല, അബ്ദുൽ അസീസിന്റെയും സുലൈമാന്റെയും ഷരീഫിന്റെയും ഒക്കെ മക്കളാണ്. അവരാണ് കാശുള്ള ആൾക്കാരുടെ മക്കൾ. ആ മക്കൾക്ക് ഒന്നാമത്തെ ദിവസം അവർ ഫ്രീ ആയി കൊടുക്കുന്നു. നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഒന്നും തരണ്ട. അവൻ അല്പം സ്കൂളിന്റെ പുറകുവശത്ത് വന്ന് ഉപയോഗിക്കാൻ. രണ്ടാമത്തെ ദിവസം വീണ്ടും അല്പം കൊടുക്കുന്നു. മൂന്നാമത്തെ ദിവസം ഇതേ സമയത്ത് അവനത് കിട്ടാൻ വേണ്ടി തന്നവന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവര് ക്യാഷ് ചോദിക്കുന്നു. 5000-10,000 ചോദിക്കുമ്പോ
തന്റെ മുസ്ലിം വീടിന്റെ അകത്ത് വന്ന് ഉമ്മയോടല്ലെങ്കിൽ മമ്മിയോട് എനിക്ക് 10,000 രൂപ ക്യാമ്പസിലേക്ക് കൊണ്ടുപോകാൻ ഒരു ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയും അതെന്തിനാണ് മോനെ എന്ന് ചോദിക്കൂല. കാരണം മോനോട് സ്നേഹം കുറഞ്ഞു പോയി എന്ന് മോന് തോന്നും. അങ്ങനെ ചോദിച്ചാൽ മോൻ തിരിച്ചു പറയും, ഉമ്മാക്കെന്നെ വിശ്വാസമില്ല, ഉമ്മാക്കെന്നെ വിശ്വാസമില്ലല്ലേ എന്ന് ചോദിച്ചാൽ ഉമ്മയുടെ മനസ്സ് പൊട്ടും. എന്റെ തങ്കക്കുടം, എന്റെ പൊന്നുമോൻ ഒരു കുറവും അറിയാൻ പാടില്ല, ഒരു വിഷമവും അറിയാൻ പാടില്ല. 10,000 ചോദിക്കുന്ന പൊന്നുമോന് 15,000 കൊടുക്കും. അയക്കാൻ ഗൾഫിൽ നിന്ന് വാപ്പച്ചി അവിടെ ബിസിനസ് നടത്തില്ലേ. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയം മുഴുവനും കടല് കടന്ന് അവിടെ പോയി കഷ്ടപ്പെട്ട് കച്ചവടം നടത്തിയും ബിസിനസ് നടത്തിയും ഇന്ന് സമ്പന്നരായി ജീവിക്കുന്ന പെരിങ്ങത്തൂരിലെ ഓരോ ഗൾഫ് രാജ്യത്തെ ബിസിനസ്സുകാരനും പണ്ട് കല്ലും കട്ടയും സിമന്റ് ചാക്കും പൊരുവയിലെത്തിച്ചു വന്നിട്ടാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതെന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം. 10-20 കൊല്ലം അവിടെ പിടിച്ചു നിന്നതുകൊണ്ട് ഇന്നൊരു ബിസിനസ്സായി. ഇന്നവിടെ മക്കൾക്ക് ലാവിഷായി ജീവിക്കാനുള്ള സംവിധാനങ്ങളായി. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് പൊരുവയിലെത്തി നോമ്പുകാരനായി തളർന്നു വീണ പെരിങ്ങത്തൂരിലെ ഈ പൊന്നുമക്കളുടെ വാപ്പമാരെ അവർ മറന്നു പോവാൻ മറപ്പിക്കുകയാണ് ഈ ഉപ്പമാർ. മക്കൾക്ക് കഷ്ടപ്പെടാൻ അവസരം കൊടുക്കുന്നില്ല, മക്കൾക്ക് ഒരു കണ്ണ് നിറയാൻ വാപ്പയും ഉമ്മയും അവസരം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അറിയാതെ നമ്മുടെ മക്കൾ കഞ്ചാവിലേക്ക് വരും. ആരോട് നിങ്ങൾ സമാധാനം പറയും? അല്ലാഹുവേ, നിങ്ങൾ മരിച്ചു കിടന്നാൽ ഈ മക്കളൊരു ഫാത്തിഹയെങ്കിലും പോലും എന്ന് തോന്നുന്നുണ്ടോ? എന്റെ പെരിങ്ങത്തൂരിലെ വാപ്പ, നിങ്ങളുടെ പൊന്നുമോൻ വന്നിട്ട് ഇതെന്റെ വാപ്പച്ചിയാന്ന് പറഞ്ഞിട്ടും ഫാത്തിഹയെങ്കിലും ഓതുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നാദാപുരം ഭാഗത്ത് വന്നപ്പോ മഹ്മൂദ് എന്ന് പറയുന്ന ഖത്തറിലെ പ്രിയപ്പെട്ട സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദ് എന്റെ വീട്ടിൽ വരണമെന്നില്ല, എന്റെ ബന്ധുക്കളുടെ വീട്ടിൽ വരണമെന്നില്ല, എന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ ഖബർ എവിടെയാണ്? അസ്ലം എന്ന് പറയുന്ന സഹോദരന്റെ ഖബറടെ ജീവിക്കുന്ന അതേ പള്ളിയിൽ എന്റെ വാപ്പാന്റെ ഖബർ എവിടെയാണ്? ഉസ്താദിന്റെ വാപ്പാക്ക് വേണ്ടി ആ ഖബറിന്റെ അടുത്ത് വന്നൊരു ഫാത്തിഹയെന്ന് വിളിച്ചു പറയുമ്പോൾ മറക്കല്ലേ, എന്റെ മുമ്പിലിരിക്കുന്ന പെരിങ്ങത്തൂരുകാരാ, വാപ്പമാരെ മറക്കരുത്, ഉമ്മമാരെ മറക്കരുത്, അവരുടെ കഷ്ടപ്പാട് മറക്കരുത്, അവരുടെ സങ്കടം മറക്കരുത്, അവർ നമുക്ക് വേണ്ടി സമ്മാനിച്ച സമ്മാനങ്ങളും സമ്പാദ്യങ്ങളും മറക്കരുത്. ഇന്നത്തെ മക്കളെ മറക്കാൻ സാധ്യതയുണ്ട്. മക്കളെന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനായി ഇഷ്ടപ്പെടുന്ന എന്റെ ഉമ്മമാരെ, അവരെ നമുക്ക് ഉപകാരപ്പെടുത്തണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് മറക്കണ്ടാരാ തൻസുല്ലീമത്തെ 2 കാര്യം നിങ്ങൾ മറന്നു പോകല്ലേ. അൽ ജന്നത്തു വന്നാർ, അൽ ജന്നത്തു വന്നാർ. ഒന്ന് സ്വർഗമാണ്, മറ്റൊന്ന് നരകമാണ്. ഇത് രണ്ടും നിങ്ങൾ ഒരിക്കലും മറക്കല്ലേ, ഒരിക്കലും മറക്കല്ലേ, ഒരിക്കലും മറക്കാൻ പാടില്ല. കൊണ്ടു നടക്കണം ഈ ചിന്ത ഖൽബിന്റെ അകത്ത് ഒരു തീക്കട്ട പോലെ കൊണ്ടു നടക്കണം. അവിടെയാണ് തഖ്വ വരുന്നത്, അവിടെയാണ് ഇഖ്ലാസ് വരുന്നത്, അവിടെയാണ് സൂക്ഷ്മത വരുന്നത്, അവിടെയാണ് ഇബാദത്ത് വരുന്നത്, അവിടെയാണ് ഈമാൻ വരുന്നത്, അവിടെയാണ് നിത്യനിബിധങ്ങളോടുള്ള മഹബ്ബത്ത് വരുന്നത്, അവിടെയാണ് ഉംറ വരുന്നത്, അവിടെയാണ് ഹജ്ജ് വരുന്നത്, അവിടെയാണ് രോഗികളെ സഹായിക്കാനുള്ള മനസ്സ് വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗ തഅലമൂന മാ അലമു മിൻ ആഖിറ, പരലോകത്തിന്റെ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു സഈദ് മരുഭൂമിയിലേക്ക്. എനിക്ക് ഭാര്യ വേണ്ട, എനിക്ക് മക്കള് വേണ്ട, എനിക്ക് കുടുംബം വേണ്ട, എനിക്ക് എന്റെ വീട് വേണ്ട, എനിക്ക് എന്റെ വാഹനം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങി ഓടുമായിരുന്നു. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലേ, അവിടെ അറിഞ്ഞതുപോലെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പേടിയാവുകയാണ്. നബിതങ്ങൾ അറിഞ്ഞ നരകം നമ്മൾ അറിഞ്ഞിട്ടില്ല, നബിതങ്ങൾ അറിഞ്ഞ മരണം നമ്മൾ അറിഞ്ഞിട്ടില്ല, നബിതങ്ങൾ അറിഞ്ഞ ഖബർ, ആ ഖബറിന്റെ അദാബ് നമ്മൾ അറിഞ്ഞിട്ടില്ല. പെരിങ്ങത്തൂരുകാരെ, നമ്മൾ അറിഞ്ഞിട്ടില്ല. 3 കഷണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവെക്കുമ്പോഴാണ് അറിയാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇന്നറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, ഭാര്യ വേണ്ട,
മക്കള് വേണ്ട, സുഖം വേണ്ട എന്ന് പറഞ്ഞിട്ട് മരുഭൂമിയിലേക്ക് ഓടുമായിരുന്നു. മണ്ണ് വാരി തലയിലിട്ടുകൊണ്ട് നിങ്ങൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു പോകുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞതുപോലെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അല്ലാഹുവേ, ആ മുത്ത് നബിതങ്ങൾ പോലും അങ്ങനെ ഭയന്നു, ദിവസങ്ങളോളം ഉറങ്ങിയില്ല, ഭക്ഷണം കഴിച്ചില്ല. ഈ ഒരു സംഭവം ജിബ്രീൽ പറഞ്ഞതുകൊണ്ടാ എന്ന് പറഞ്ഞു. അത് നമ്മൾ അതുപോലെ അറിഞ്ഞിട്ടില്ല. അതുപോലെ അറിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിൽക്കൂല, നമ്മൾ ഇറങ്ങി ഓടും. അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാനുഭാവന്മാരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഔലിയായി പച്ചപ്പെട്ടുകൊണ്ട് വന്നവരല്ല. ദുനിയാവിന്റെ മണ്ണിൽ ചവിട്ടുമ്പോ കനൽക്കട്ടയിൽ ചവിട്ടുന്ന പോലെ ഒരു പ്രാവശ്യം ജീവിതം അവരെ കുത്തി നോവിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ത്യാഗം ചെയ്താണ് അവരൊക്കെ ജീവിച്ചത്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് രോഗശയ്യയിൽ കിടക്കുമ്പോ ഞാൻ കാണാൻ പോയപ്പോ, വേദനയുണ്ടോ ഉസ്താദ് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞതാ, ഇവിടെ വേദനിച്ചെങ്കിലല്ലേ മോനെ അള്ളാന്റെ കോടതിയിൽ ഇവിടെ വേദനിച്ചെങ്കിലല്ലേ മോനെ അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ എത്ര വേദനിച്ചു, നിങ്ങൾ ചിന്തിച്ചു. വലിയ വാത് പറച്ചിലാണ് അല്ലേ, വലിയ വാത് കേൾക്കലും വലിയ വാത് നടത്തലും പോസ്റ്റർ ഒട്ടിക്കലും ഒക്കെയാണ്. അള്ളാഹുവിന് വേണ്ടി ഞാനും നിങ്ങളും എത്ര വേദനിച്ചു. നമ്മുടെ ശരീരം റമളാനിന്റെ തറാവീഹൊക്കെ എത്ര സ്പീഡിലാണ് നാം നിസ്കരിച്ചു തീർക്കുക. 10 മിനിറ്റ് ഒരു സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതാനുള്ള സമാധാനം നമുക്കുണ്ടോ? ക്ഷമ നമുക്കുണ്ടോ? അല്ലാഹുവേ, ഒന്നും ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഈ ത്യാഗവും ഈ കഷ്ടപ്പാടും റബ്ബേ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല. ഞാൻ അറിഞ്ഞതുപോലെ ഖബർ, മരണം, പരലോകം, നരകം അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ പേടിച്ചിട്ട് നിങ്ങൾ മരുഭൂമിയിലേക്ക് ഇറങ്ങി ഓടും, മണ്ണ് വാരി തലയിലിടും, എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ പൊട്ടിക്കരയും. ആ പേടിയാണ് ഈ ഹദീസ് കേട്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുഅത്തത്ത് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പോകാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ വിളിക്കാൻ ചെല്ലുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ വീട്ടുകാര് പറയുന്നത് ആ റൂമിന്റെ അകത്തുണ്ട്. വാതിൽ മുട്ടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹയോട് മുഅത്തത്ത് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വരാൻ പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റൂമിന്റെ അകത്തിരുന്ന് കരയുന്ന ശബ്ദമാണ് കേട്ടത്. എന്തിനാണ് അബ്ദുല്ലാഹി പൊട്ടിക്കരയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു റവാഹ പറയുകയാണ്, നാളെ പരലോകത്ത് എല്ലാ മനുഷ്യർക്കും നരകം ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹു കാണിച്ചു കൊടുക്കുമെന്ന് നിബിധങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലുള്ളവർക്കും നരകത്തിലുള്ളവർക്കും എല്ലാവർക്കും മഹിശറയിൽ ഇങ്ങനെ നരകത്തെ ഒന്ന് കാണിച്ചു കൊടുക്കും. ആദ്യം അവിടെ നിൽക്കുമ്പോ കാല് പൊള്ളുന്ന വേദനക്കപ്പുറം ആ നരകം കാണുമ്പോ മനുഷ്യന്റെ മനസ്സ് ഉരുകിപ്പോകുമെന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ പറയുകയാണ്, അങ്ങനെ നരകം എനിക്ക് കാണിച്ചു തരുമ്പോ എന്നെ അതിലേക്ക് വലിച്ചെറിയുമോ? ഫലം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് എനിക്കറിയില്ല. എന്ന് വലിച്ചെറിയുമോ, എന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേടിയാവുകയാ. ആ വാക്ക് കേട്ടിട്ട് എന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി, എന്റെ മനസ്സിങ്ങനെ ഇളകിപ്പോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വാള് കയ്യിലെടുക്കുന്നത്. യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പോകാനൊരുങ്ങി യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ കാലെടുത്ത് വെക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു റവാഹ പറയും, അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ, നിന്റെ വിലപിടിപ്പുള്ള സ്വർഗം വാങ്ങാൻ എന്റെ കയ്യിലൊന്നുമില്ല. നിന്റെ വിലപിടിപ്പുള്ള സ്വർഗം, പാലുള്ള, അരുവിയുള്ള, തേനുള്ള, കൊട്ടാരമുള്ള, ഹൂർലിങ്ങളുള്ള, ഈന്തപ്പന തോട്ടങ്ങളുള്ള, മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആപ്പിളിന്റെ, ഓറഞ്ചിന്റെ, പഴവർഗ്ഗങ്ങളുടെ തോട്ടങ്ങളുള്ള, മനുഷ്യൻ ആഗ്രഹിക്കുന്നതും തുന്നി ഒരുക്കി കൊടുക്കുന്ന സ്വർഗം, അത് വാങ്ങാൻ ഈ പാവപ്പെട്ട അബ്ദുള്ളയുടെ കയ്യിലൊന്നുമില്ല. അത് വാങ്ങാൻ എന്റെ കയ്യിലൊന്നുമില്ല. അത് വാങ്ങാൻ എന്റെ കയ്യിലൊന്നുമില്ല. എന്നാ നരകമോ? എനിക്ക് പേടിയാണ് പടച്ചവനെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട്
അതുകൊണ്ട് എന്റെ അവസാനത്തെ ആയുധമാണ് മുഅത്തത്ത് യുദ്ധം. എന്നെ മടക്കി കൊണ്ടുപോകല്ലേ റബ്ബേ. മുഅത്തത്ത് യുദ്ധത്തിന്റെ പതാക കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ മുന്നേറുമ്പോൾ എനിക്ക് ഷഹീദിന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ ഉല്ലസിക്കാൻ നീ ഒരു ഭാഗ്യം തരണേ അല്ലാഹ്, നീ ഒരു ഭാഗ്യം തരണേ അല്ലാഹ്, നീ ഒരു ഭാഗ്യം തരണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു യുദ്ധത്തിനിറങ്ങിയത്. എന്റെ ചെറുപ്പക്കാരാ, അവര് പഠിച്ചിട്ട് അതനുസരിച്ച് അമൽ ചെയ്തവരാണ്. നരകത്തെ കുറിച്ച് പേടിച്ചപ്പോ, ആ പേടി മനസ്സിൽ വന്നപ്പോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് അവർ പഠിച്ചിട്ട് അത് ചെയ്യാൻ അവർ മനസ്സ് വെച്ചെങ്കിൽ എന്റെ പെരിങ്ങത്തോടുകാർ 100 വാത് കേട്ടാലും ചെയ്യൂല, 1000 വാത് കേട്ടാലും ചെയ്യൂല. കബീർ വാക്കവിയും നൗഷാദ് വാക്കവിയും സംസാറിലൊക്കെ ഒക്കെ വരുന്നു എന്ന് പറയുമ്പോ ആവേശത്തോടെ ഓടി വന്ന് ഇരുന്നത് കൊണ്ട് മാത്രമായില്ല, മാറത്തെ ഇളക്കി മറിച്ച ഖുർആനിന്റെ വചനങ്ങൾ പെരിങ്ങത്തൂരിലെ 10,000ങ്ങളുടെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയാപരത്തിന്റെ ഉള്ളറയിലെ പരിവർത്തനത്തിന്റെ പേമാരി ചൊരിഞ്ഞു വരുന്ന ഒരു റൂസായിട്ട് ഈ ഉറൂസുമറത്തെ ഈ മണ്ണ് സാക്ഷ്യം വഹിക്കട്ടെ, ഈ ആണ്ടുനേരത്തെ സാക്ഷ്യം വഹിക്കട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, അങ്ങനെ മാറ്റമുണ്ടാകുന്ന ഒരു സദസ്സായിട്ട് ഇതിനെ നീ മാറ്റണേ അല്ലാഹ്. ഒരു നിസ്കാരം മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയാൽ അവൻ പോലും കിടക്കുന്നത് നരകത്തിൽ ഫിർഔനിന്റെ കൂടെ, ഹാമാന്റെ കൂടെ, ഖാറൂന്റെ കൂടെ, നമ്രൂദിന്റെ കൂടെയാണ്. ഇവരൊക്കെ ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടികളായിരുന്നു. അല്ലാഹുവിനെ വെല്ലുവിളിച്ചവർ, ഇസ്ലാമിന്റെ ആദർശത്തെ കുഴിച്ചുമൂടിയവർ, കബറടക്കിയവരായിരുന്നു ഇവരെല്ലാം. ഇവരൊക്കെ കിടക്കുന്ന നരകത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഒരു വഖ്ത് നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചവൻ അല്ലാഹു കൊടുക്കും. ഇവിടെ വന്നിരിക്കുന്നവർ ചിന്തിച്ചേ, ഇന്നത്തെ സുബഹി, ഇന്നത്തെ ളുഹർ, ഇന്നത്തെ അസ്ർ, ഇന്നത്തെ മഗ്രിബ്, ഇന്നത്തെ ഇശാ, ഇതൊക്കെ എവിടെ നിസ്കരിച്ചു? ഇശായിന്റെ കാര്യം ചിലപ്പോ നേരത്തെ വന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നിസ്കരിക്കാം എന്ന് കരുതിയവരുണ്ടെങ്കിൽ അത് ഇവിടെ ഇരിക്കട്ടെ. ബാക്കി 4 വഖത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഗൗരവത്തോടെ ചിന്തിക്കണം. ഇബാദത്ത് ചെയ്യേണ്ട നമ്മളാ. ബാങ്ക് വിളിയെ കുറിച്ച് അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് മടത്തും കെട്ടിയിട്ടങ്ങ് ഇറങ്ങിയ പോരാ. രക്തത്തിളപ്പ് മാത്രം പോരാ, നെഞ്ചുകൂടി വിറയ്ക്കുന്ന ഒരു തക്കവ കൂടി വേണം. രക്തത്തിളപ്പ് എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാ മതത്തിൽപ്പെട്ടവർക്ക് തിളപ്പുണ്ട്. ബാങ്ക് കേൾക്കുമ്പോ നമ്മുടെ കൽബിൽ പടച്ചവനെ, ഈ അല്ലാഹു അക്ബറിന് വേണ്ടിയാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു വലിയ പാറക്കല്ല് നെഞ്ചിൽ ഏറ്റുവാങ്ങിയത്. ഈ അല്ലാഹു അക്ബറിന് വേണ്ടിയാണല്ലോ ആസിയ ബീവി തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിലൂടെ ഇരുമ്പ് പഠിപ്പിച്ച് മറുഭാഗത്തിലൂടെ വലിച്ചൂരിയെടുത്തപ്പോഴും സാരമില്ല പടച്ചവനെ എന്ന് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കണം. ഇബാദത്തില്ലാതെ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്തിട്ട് ആരെ കാണിക്കാനാണ്? നിസ്കാരം മറക്കരുത് മുഅ്മിനേ, അല്ലാഹി മറക്കരുത്. കൃത്യമായി അത് ചെയ്യണം. ഈ സദസ്സിൽ ഇരുന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഈ സദസ്സിലിരുന്ന് അല്ലാഹു തആല അതിന് ഭാഗ്യം തരട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കേട്ടവരാണല്ലോ, ചുരുക്കിയിട്ട് ഒറ്റ വാക്കിൽ നരകം എന്ത് എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ പോവാണ് കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആയിരക്കണക്കിന് ഹദീസുകൾ നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോന്നും ഓർക്കുമ്പോൾ പേടിയാവുകയാണ്. നരകത്തിന്റെ തീയെക്കുറിച്ച് പറയുമ്പോൾ, നരകത്തിന്റെ കവാടത്തെ കുറിച്ച് പറയുമ്പോൾ, നരകത്തിലെ വ്യഭിചാരിയുടെ, കള്ളുകുടിയന്മാരുടെ, ഉമ്മയെ ചവിട്ടിയവരുടെ, ലഹരി ഉപയോഗിക്കുന്നവരുടെ, നരകത്തിന്റെ ആളിക്കത്തുന്ന രംഗത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട് സഹാബികളെ. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചോദിച്ചതിന് മറുപടിയായി പെട്ടെന്ന് മനസ്സിലാവുന്ന ഒറ്റ വാക്കിൽ നരകമെന്ന് പറഞ്ഞാൽ എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ലൗ റഅയ്തുഹാ ലസാല ഖൽബുക മിൻ മകാനിഹി. ആ നരകത്തെ ഇപ്പോ ഈ പെരിങ്ങത്തൂരുള്ള നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചാൽ, എവിടെയാണോ നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്
അവിടുന്ന് ഹൃദയം മാറിപ്പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ ഇനി ഇവിടെ കസേര ഇടണ്ട, ഇവിടെ ബോക്സിന്റെ ഫ്രണ്ടിലെ ഭാഗത്തിടാം. ഒന്ന് പിടിച്ചോ. അല്ലാഹു തആല ഈ ത്യാഗം ചെയ്യുന്ന യുവ സുഹൃത്തുക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. അവരുടെ വിയർപ്പ് തുള്ളികൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. എല്ലാ വിഷമവും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ എല്ലാവരും കസേര ഉറക്കാൻ പോകണ്ട, പിന്നെ കസേര ഇരിക്കാൻ ആളുണ്ടാവില്ല. എല്ലാവർക്കും ദുആ കിട്ടുമല്ലോ. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് വലിയ സംഭവമാണ്, പക്ഷെ ചെറിയ സാധനമാണ്. ഹൃദയം വലിയ സംഭവമാണ്. ഹൃദയത്തിന്റെ ഈ ഇപ്പൊ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഇടിപ്പ് നിൽക്കുമ്പോഴാണ് അറ്റാക്ക് എന്നുള്ള സാധനം ഉണ്ടാവുക. ഹാർട്ട് അറ്റാക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഹൃദയം ഇടിപ്പ് നിൽക്കുന്നതിനാണ് അറ്റാക്ക് എന്ന് പറയാം. പിന്നെ സൈലന്റ് ആയി പോകും, പിന്നെ ശരീരം ഒന്നും പ്രവർത്തിക്കൂല, പിന്നെ മരണമാണ്. പെട്ടെന്നത് ശരിയായില്ലെങ്കിൽ പിന്നെ മരണമാണ്. പെട്ടെന്ന് ആ ഇടിപ്പ് തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ മരിച്ചു. അതാണ് അവസ്ഥ. എത്ര പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുക? നമ്മൾ ഇതുവല്ലോ അറിയുന്നുണ്ടോ? നമ്മൾ ഇതുവെല്ലാം ചിന്തിക്കുന്നുണ്ടോ? ഇത്രയും അത്ഭുതമാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ കിട്ടുന്ന ഭക്ഷണം മുഴുവനും അങ്ങോട്ട് വാരി കയറ്റിട്ട് അങ്ങ് നടക്കുകയാണല്ലേ. വളരെ ശ്രദ്ധിക്കണം. എല്ലാ ഭക്ഷണവും അങ്ങനെ കഴിക്കാനൊന്നും പറ്റൂല. ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്ന വീട്ടുകാരെങ്ങനെ പലതും പറയും. കഴിക്ക് മുസ്ലിയാരെ, കഴിക്ക് തങ്ങളെ, കഴിക്ക് ഹാജിയാരെ, കഴിക്ക് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് കോഴിക്കാലൊക്കെ തരും. കാലിലായിരിക്കും ഇഞ്ചക്ഷൻ വെക്കുന്നത് കോഴിയുടെ. അത് തന്നെ മുസ്ലിയാരിക്ക് കൊടുക്കുള്ളൂ, വേറെ ഒരു ഭാവവും കൊടുക്കൂല. സംഭവം നല്ല കോഴി കഴിച്ചാലും നല്ല നേട്ടങ്ങൾ ശരീരത്തിനുണ്ടാവും എന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഈ ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ? അപ്പോ ഈ ഭാഗത്തൊക്കെ പ്രസംഗത്തിന് വന്നാൽ ഒരു വീട്ടിൽ കയറി അടുത്ത വീട്ടിൽ കയറി അടുത്ത വീട്ടിൽ കയറി ഇങ്ങനെ പോവാണെങ്കിൽ 10 ദിവസം അങ്ങനെ തുടർച്ചയായിട്ട് കയറിയാൽ മതി. എന്റെ കാര്യം ഖത്തം പോകയാ, കഴിഞ്ഞു. വളരെ ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. ഭക്ഷണം വളരെ ശ്രദ്ധിക്കണം. ഞാനിപ്പോ ശരിക്കും എന്റെ ശരീരം വയറൊക്കെ കുറഞ്ഞില്ല. അപ്പൊ വെറുതെ ആവും. രാവിലെ ഓടുന്നൊക്കെ വെറുതെ ആണോ? നല്ലപോലെ കുറയ്ക്കണം, വയറ് കുറയ്ക്കണം, തടി കുറയ്ക്കണം, ശരീരത്തിനൊരു ഉണർവ് ഉന്മേഷമൊക്കെ ഉണ്ടാക്കണം, നല്ല ഇസ്സത്ത് ഉണ്ടാവണം, ഭക്ഷണത്തിനൊരു നല്ല നിയന്ത്രണം വരുത്തണം, പാതിരാത്രി ഭക്ഷണം കഴിപ്പ് പരമാവധി കുറയ്ക്കണം. അപ്പൊ ഇന്ന് ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്ന പെരിങ്ങത്തൂരിലെ വീട്ടുകാർ വിചാരിക്കും അപ്പൊ നമ്മളെ വീട് പാകം പ്രശ്നമാകുന്നു. വന്നിരുന്ന് ഒരല്പം ഒന്ന് വറക്കത്തിന് കൈവെക്കുള്ളൂ. കഴിക്കാൻ വലിയ പാടാണ്. രാത്രി പ്രസംഗ സ്ഥലത്ത് പോകുമ്പോൾ സാധാരണ കഴിക്കലില്ല. പിന്നെ ഒരുക്കി വെച്ച സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും ഒരു വിഷമം വേണ്ട, വന്ന് ഒരല്പം ഒന്ന് കൈവച്ചൊരു ദുആ ചെയ്ത് അങ്ങനെ പോലെ ഉണ്ടാവുള്ളൂ. എന്നാലും അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്ക് ഭക്ഷണ വിശാലതയും ബറക്കത്തും തരട്ടെ, ഐശ്വര്യം തരട്ടെ. ഓരോന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിൽ പ്രയാസമാണ്. നമ്മുടെ യുവാക്കൾ മാരക രോഗം വന്ന് കിടക്കുന്നവരാവരുത്, സഹിക്കാൻ കഴിയില്ല. ഇന്ന് കണ്ടു ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിലിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മുഹമ്മദ് എന്ന പൊന്നുമോൻ 8 വയസ്സുണ്ട്. ഒരു പ്രശ്നവും അവന്റെ ശരീരത്തിലില്ല, പക്ഷേ 2 കണ്ണിനും കാഴ്ചയില്ല. 2 കണ്ണിനും കാഴ്ചയില്ല. വേറെ ഒരു പ്രശ്നവുമില്ല. നടക്കും, ഓടും, ചാടും, എന്ത് വേണോ ചെയ്യും. നല്ല ബുദ്ധിയുണ്ട്, നല്ല സംസാര വൈഭവമുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാണാൻ കഴിയില്ല. അവനവന്റെ ഉമ്മയെ കണ്ടിട്ടില്ല, അവനവന്റെ വാപ്പയെ കണ്ടിട്ടില്ല. ഔഷാദ് ബാക്കവിയാണെന്ന് പറഞ്ഞപ്പോ എന്റെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ച് കുറെ നേരം ഇങ്ങനെ അടിച്ചടിച്ചിരുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ അളവ് നോക്കും, കൈയുടെ അളവൊക്കെ നോക്കും. നാളെ ഇനി വേറൊരു ദിവസം അവൻ എന്നെ കണ്ടാൽ ഇതുപോലെ കൈ പിടിച്ചു വെച്ച് നോക്കിയിട്ടാണ് പറയത്രേ ഇതിന് ഔഷാദ് ബാക്കവിയാണ്. നല്ല പൊന്നുമോൻ, നല്ല ഭംഗിയുള്ള പൊന്നുമോൻ. അല്ലാഹുവേ, എന്തുകൊണ്ടാണ് നീ ആ പൊന്നുമോന് കാഴ്ച കൊടുക്കാത്തതെന്ന് ഞങ്ങൾക്കറിയില്ല തമ്പുരാനെ. എന്നാലും അലിയിൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ മുമ്പ് ഇരുന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ആ പൊന്നുമോന് തന്നെ പ്രസവിച്ച ഉമ്മയെ കാണാൻ, തന്റെ ഉപ്പയെ കാണാൻ, തന്റെ കൂട്ടുകാരെ കാണാൻ, നീ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കാണാൻ അല്ലാഹുവേ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ, നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. നമ്മുടെ ശരീരം അത്ഭുതമാണ്. പെട്ടെന്നൊരു സ്റ്റെക്കാവുന്ന സംഭവം കേട്ടാൽ നമ്മുടെ ഹൃദയം പ്രവർത്തനം നിന്നുപോകും. പിന്നെ സഹിക്കാൻ കഴിയൂല, ചിന്തിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ. മുമ്പൊരാള് ഒരു മുസ്ലിം സഹോദരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ICUവിൽ കിടക്കുന്നു. അദ്ദേഹത്തിന് 1 കോടി രൂപ ലോട്ടറി അടിച്ചു. 1 കോടിയാ. അപ്പോ ലോട്ടറി അടിച്ചപ്പോ ഉമ്മച്ചി മക്കളെ വിളിച്ചു പറഞ്ഞു, മക്കളെ, വാപ്പച്ചിയുടെ ടിക്കറ്റിന്റെ കയ്യിലായിരിക്കുന്നത്, പത്രത്തിൽ വന്നത് വാപ്പച്ചിയുടെ നമ്പരാണ്.
വാപ്പ ഇത് അറിഞ്ഞാൽ അപ്പം മരിക്കും. ഐസിയുവിൽ കിടക്കുകയാണ് മരുന്നൊക്കെ കഴിച്ചു. ഈ സംഭവം വാപ്പച്ചി അറിഞ്ഞാൽ ആ സെക്കൻഡിൽ മരിക്കും. ഒരു നിവൃത്തിയില്ല. എങ്ങനെ പറയും? മക്കള് പറഞ്ഞു ഡോക്ടറോടൊന്നും പറഞ്ഞാലോ? ഡോക്ടറോട് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. അങ്ങനെ മക്കൾ എന്ത് ചെയ്തു? നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോവാൻ. ഡോക്ടർ പറഞ്ഞു വെരി സിമ്പിൾ, അത് ഞാൻ സംസാരിച്ചിട്ടായിക്കോളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ എത്ര ഇതുപോലെ എത്ര കണ്ടിരിക്കട്ടെ. അങ്ങനെ നേരെ ഡോക്ടർ എന്നിട്ട് പാപ്പയുടെ റൂമിൽ ചെന്നു. പാപ്പ സുഖല്ലേ? ലോട്ടറി വല്ലതും എടുത്തിരുന്നോ എന്ന് ചോദിച്ചപ്പോ ട്രിപ്പ് ഇട്ട് കിടന്നു. പാപ്പ ചാടി എഴുന്നേക്കണം. അടിച്ചോ സാറേ. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായി അടിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ അറ്റാക്ക് ഒന്നും മരിക്കും. ഡോക്ടർ പറഞ്ഞു അങ്ങനല്ല, എത്രയാണ്? 1 കോടി രൂപയും ഒരു വലിയ കാറുമാണ്. അതൊന്നും മറന്നിട്ടില്ല. ഐസിയുലാണ് കിടക്കുന്നതെങ്കിലും ഓർമ്മയുണ്ട് ചിലപ്പോ. എന്നിട്ട് അയാൾ പറയാണ് ഇല്ല ഡോക്ടറെ, നമുക്കൊന്നും അങ്ങനെ ലോട്ടറി അടിക്കൂല. ഭാഗ്യമുള്ളവനായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഈ പൈസ മുടക്കി ചികിത്സിച്ച് ഇവിടെ കിടക്കേണ്ട അവസ്ഥ വരുമോ? ഭാഗ്യം ഇല്ലാത്തോണ്ടല്ലേ ഇപ്പൊ ഇത്രയും അസുഖം ബുദ്ധിമുട്ടൊക്കെ വന്നത്. അതുകൊണ്ട് അടിക്കൂല. ഡോക്ടർ പറഞ്ഞു എന്നാലും ഒരു പക്ഷേ നിങ്ങൾക്ക് 1 കോടി രൂപയും വലിയ വാഹനമൊക്കെ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അടിക്കണമെങ്കിൽ 50 ലക്ഷം ഞാൻ സാറിന് തന്നെ തരും. ഇത് പറഞ്ഞതോടുകൂടി സാറ് മറിഞ്ഞുണങ്ങ് മരിക്കാം. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പെട്ടെന്ന് ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ നമ്മുടെ കൽബിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചെറിയൊരു ഉദാഹരണം, ഒരു മരണം നടന്നു. ഫോണിലൂടെ വിളിച്ച് നിങ്ങളുടെ മോൻ മരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ മോള് മരിച്ചു, നിങ്ങളുടെ ഭാര്യ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു, അന്തരീക്ഷത്തിലൂടെ കത്തിപ്പോയി എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ചിലപ്പോ മനുഷ്യന്റെ ഹൃദയം സ്റ്റക്കായി. ഇതെങ്ങനെയാണ്? എന്റെ വീട്ടിൽ വന്നു, എന്നെ ആശ്വസിപ്പിക്കാൻ വന്നു ഒരു പ്രിയപ്പെട്ട സഹോദരൻ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേ വിഷമിക്കണ്ട, അള്ളാഹു ഇങ്ങനെ 2 മിനിറ്റ് കൂടുമ്പോ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ആവുക. അപ്പൊ അദ്ദേഹത്തിനോട് കൂടെ വന്നാളും ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം? അപ്പൊ പറഞ്ഞത് 27 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ദുബായിലായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മകൻ നാട്ടിൽ മരണപ്പെട്ടു. കുഞ്ഞുമകൻ. സ്കൂൾ വാഹനം വന്നു, അതിലേക്ക് ആ പൊന്നുമകൻ കയറുമ്പോ വേറൊരു വാഹനം വന്ന് ഈ മകനെ ഇടിച്ചു തെറിപ്പിച്ച് മറ്റൊരു വാഹനം ആ മകന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. 6 വയസ്സിനകത്ത് പ്രായമുള്ള പൊന്നുമോന്റെ മരണവാർത്ത ദുബായിലാ മോന് വേണ്ടി കഷ്ടപ്പെടുന്ന വാപ്പ ഫോണിലൂടെ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു വല്ലാഹി ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണടാ എന്നൊരൊറ്റ പ്രാവശ്യം വിളിച്ചു പറഞ്ഞപ്പോഴൊന്ന് ഞെട്ടിയതാണ്. കൽബിനെ താങ്ങാൻ കഴിഞ്ഞില്ല, ഒന്ന് ഞെട്ടിയതാണ്. 27 വർഷം കഴിഞ്ഞിട്ടും ആ ഞെട്ടല് മാറിയില്ല. 27 വർഷമായി എത്ര ചികിത്സിച്ചിട്ടും മാറിയിട്ടില്ല. അതാണ് ഹൃദയത്തിന്റെ അവസ്ഥ. ഷോക്കായി പോയി. ആ മനുഷ്യൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ 2 മിനിറ്റ് കഴിയുമ്പോ ഇങ്ങനെ ഞെട്ടാണ്, 2 മിനിറ്റ് കഴിയുമ്പോ വീണ്ടും ഞെട്ടാണ്. അതാണ് നമ്മുടെ ഹൃദയം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പതുക്കെ 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 പറഞ്ഞറിയിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. മരണ വീട്ടിൽ പോയാൽ നമ്മൾ അവരെ ആസ്വദിപ്പിക്കാനാണ് പോകേണ്ടത്, അവരെ സങ്കടപ്പെടുത്താനില്ല. പല സഹോദരിമാർക്കും അറിയില്ല. എന്റെ വീട്ടിൽ എന്റെ മകന്റെ മയ്യത്തിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പൊട്ടിക്കരഞ്ഞപ്പോ ഞാൻ അവളോട് പറഞ്ഞത് മകന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നീ കരയേണ്ടി വരും, 4 മക്കൾ യതീമാകും, നീ വിധവയാകും, നീ ഇത് ചിന്തിച്ചു നോക്കെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമാധാനമായി. അങ്ങനെ അള്ളാഹു ആ പൊന്നുമോനെ സ്വർഗത്തിന് വേണ്ടി എടുത്തതല്ലേ, ധൈര്യമായിരിക്കെ. എന്റെ പ്രസംഗം സ്വീകരിച്ചതിന്റെ തെളിവ്, നിന്റെ ഇബാദത്ത് സ്വീകരിച്ചതിന്റെ തെളിവ്, ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്കെന്റെ വാപ്പച്ചിയെ വേണമെന്ന് കരഞ്ഞുകൊണ്ട് യാചിക്കാൻ അള്ളാഹു തന്ന ഒരു സമ്പാദ്യമാണ് ആ പൊന്നുമോൻ. അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തുമ്പോ അയൽവക്കത്തുള്ള സഹോദരിമാർ വരും, വന്നിട്ട് പറയും എന്നാലും പോലിരുന്ന മോനായിരുന്നു, നല്ല പാട്ടായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു. അവള് വീണ്ടും കരച്ചിലോടും അല്ലാഹുവേ. ഇത് സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. സമാധാനിപ്പിക്കാനാണ് പോകേണ്ടത്. നമ്മുടെ സഹോദരിമാർക്ക് അറിയില്ല, അവര് പറയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ശരിയാകാം, പക്ഷെ നമ്മൾ നിയന്ത്രിക്കണം. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി നമ്മൾ സമാധാനിപ്പിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓഗസ്റ്റ് 15-നാണ് ഇവിടെ ഇരിക്കുന്ന അബൂബക്കർ ഹാജി എന്ന പ്രിയ സഹോദരന്റെ മകൻ മരണപ്പെട്ടത്. വലിയ ബിസിനസ്സുകാരനായിരുന്നു, മരണപ്പെട്ടുപോയി. ആ സഹോദരന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ കണ്ടു. ആ ഉമ്മ ഇപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിന്റെ ആഘാതത്തിലാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ആ പൊന്നുമോന്റെ സന്തോഷം കുറയുന്നതിന് കാരണമാകും.
സമാധാനിച്ചല്ലേ പറ്റൂ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇഞ്ചക്ഷന്റെ മരുന്ന് മാറി ശരീരത്തിൽ കുത്തിവെച്ച പ്രിയപ്പെട്ട 19 വയസ്സുള്ള പൊന്നുമോൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത് കണ്ണൂർ ജില്ലയുടെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും മോളാണ്. ഫാത്തിമത്തുൽ മുസ്ലിയ എന്ന തങ്കക്കുടത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും കണ്ടു. സഹിച്ചല്ലേ പറ്റൂ, ക്ഷമിച്ചല്ലേ പറ്റൂ. 2 മക്കൾ. എന്റെ മകൻ മരിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞില്ല, 2 മക്കൾ പള്ളിയുടെ ഒലുവെടുക്കുന്ന കുളത്തിനകത്ത് വീണ് 2 മക്കൾ മരണപ്പെട്ടത് ഈ കണ്ണൂർ ജില്ലയിലല്ലേ. സഹിച്ചേ പറ്റൂ, ക്ഷമിച്ചേ പറ്റൂ. തിരിച്ചറിയാത്ത അസ്ലമിന്റെ ശരീരം കൊണ്ടടക്കിയത് കണ്ണൂർ ജില്ലയുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരല്ലേ. സഹിക്കണം ചെറുപ്പക്കാരാ, ക്ഷമിക്കണം ചെറുപ്പക്കാരാ, പൊറുക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് തെറിച്ചു പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ ഖൽബ് തെറ്റിപ്പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നരകത്തെ നിങ്ങളുടെ മുമ്പ് ഇപ്പൊ കൊണ്ടുവന്നാൽ ലസാല ഖൽബുക മിൻ മകാനിഹി, നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് മാറിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. നരകം കാണാൻ പറ്റൂല. നരകത്തിന്റെ തീ കാണുമ്പോ, നരകത്തിന്റെ തീജ്വാല കാണുമ്പോ, നരകത്തിന്റെ അട്ടഹാസം കാണുമ്പോ നമ്മുടെ ഹൃദയം അങ്ങ് ഇളകിപ്പോകും എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പേടിക്കണ്ടേ പെങ്ങളെ, പേടിക്കണ്ടേ ചെറുപ്പക്കാരാ. എന്ത് ചെയ്തു ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ? പൊന്നുമോളെ, എന്ത് ചെയ്തു ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരിച്ചതെങ്ങനെയെന്ന് നിങ്ങൾക്കറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതെങ്ങനെയെന്ന് നിങ്ങൾക്കറിയുമോ? ഒരു രാജ്യത്തിന്റെ ഖലീഫ എന്ന് മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ 2ാം ഉമറെന്നറിയപ്പെട്ട മഹാൻ, 2ാം ഉമറെന്നറിയപ്പെട്ട മഹാൻ, നീതിയുടെ പടവാളായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമിയെന്ന് ലോകം തലകുലുക്കി സമ്മതിച്ച അതേ വീറും വാശിയും നീതി പുലർത്താൻ തന്റെ ഇടവുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മരണപ്പെട്ടത്? നരകത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞു കരഞ്ഞ് ആ കണ്ണീര് കൊണ്ട് വന്ന അസുഖം, അത് കാരണമാണ് മരണപ്പെട്ടത്. അവരെന്തിനു പേടിക്കണം നരകത്തെ? ഒരു സെക്കൻഡ് ഒരു തെറ്റവർ ചെയ്യൂല, ഒരു ഫസാദ് പറയൂല, ഒരു ഈബത്ത് പറയൂല, ഒരു ഹറാമ് കഴിക്കൂല, ഒരു മോശത്തരം ചെയ്യൂല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കൂല. അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൈയിട്ട് വാരിയോ? എന്തെങ്കിലും മോശത്തരം ആരോടെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നത് അദ്ദേഹം അധികാരത്തിൽ ഇരുന്നിട്ട് സുഭിക്ഷമായ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിച്ചില്ല എന്നാണ്. പഴയ കാലത്ത് ഇസ്ലാമിക പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ പാടുന്നത് കേൾക്കാം. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കൈയിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ, അങ്ങാര് എന്നറിയില്ലേ നാട്ടിലെ രാജാവല്ലേ, അങ്ങോരും കാലമില്ല യാചകനാണെന്നോ, അങ്ങാര് എന്നറിയില്ലേ അങ്ങ് നാട്ടിലെ രാജാവല്ലേ, അങ്ങോരും കാലമില്ല യാചകനാണെന്നോ, ഒരു വാങ്ങുവാനായി 4 കൈയിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അല്ലാഹുവേ, തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ടുപോകുന്ന മുന്തിരിക്കുല കാണുമ്പോ ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഭാര്യ ചോദിക്കുന്നു, എന്തേ കരയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതിൽ നിന്ന് ഒരു കുലം മുന്തിരി പൈസ കൊടുത്ത് വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, കഴിക്കാൻ കൊതിയുണ്ട്, പൂതിയുണ്ട്, ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എങ്ങനാണ് മരിച്ചത്? എങ്ങനാണ് മരിച്ചത്? ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ആ റൂമിന്റെ അകത്ത് കിടന്ന് അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, അല്ലാഹുവേ ആ നരകത്തിൽ
നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അത് പറഞ്ഞു 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 പറഞ്ഞ് ആ ഭയം മനസ്സിന്റെ അകത്ത് തിങ്ങി നിറഞ്ഞിട്ടാണ് മരിച്ചത്. അവരെ തെറ്റ് ചെയ്തവരല്ല, അവര് വ്യഭിചരിച്ചവരല്ല, അവര് കണ്ടുപിടിച്ചവരല്ല, അവര് കളവ് നടത്തിയവരല്ല, അവർ അയൽവാസികളെ ഉപദ്രവിച്ചവരല്ല, അവര് പൊതുമുതൽ കൈയിട്ട് വാരിയവരല്ല. എന്നാൽ എന്റെ പെരിങ്ങത്തൂരുകാരാ, കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും നടക്കുന്നതും ചെയ്യുന്നതും മുഴുവനും തെറ്റുകളുടെ കൂമ്പാരമായി വന്നിരിക്കുന്ന ഞാനും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ പെങ്ങളെ? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? പേടിക്കണം മോനെ. സുബഹി കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് 7 പ്രാവശ്യം അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ ഇത് പറഞ്ഞിട്ട് കരഞ്ഞോ ചെറുപ്പക്കാരാ? കരയണം മോനെ, കണ്ണു നിറയണം മോനെ, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. കരഞ്ഞ് കരഞ്ഞ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നരകത്തെ ഭയന്ന് കരയുന്നവരെ നരകത്തിന് പേടിയാണ്, നരകത്തിന് പേടിയാണ്. എനിക്ക് വേണ്ട റബ്ബേ, പാതിരാത്രിയുടെ യാമത്തില് സീരിയലും സിനിമയും മൊബൈലിലൂടെ യൂട്യൂബിലൂടെ ഹറാമ് കണ്ടുകൊണ്ടിരിക്കാതെ ചെറുപ്പക്കാരാ, 3 മാസം ഫുൾ ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടുന്ന ജിയോ സിം എടുത്തിട്ട് നല്ല വിലപിടിപ്പുള്ള മൊബൈലിനകത്തിട്ടിട്ട് ബ്ലൂ ഫിലിം കാണുന്ന പൊന്നുമോനെ, ഹറാമ് കാണുന്ന പൊന്നുമോനെ, 3 മാസം വരെ നെറ്റിന് പൈസ കൊടുക്കണ്ടല്ലോ. ആ സിം എടുത്ത് ആ മൊബൈല് കൊണ്ടുവന്നിട്ട് വീടിന്റെ അകത്തളത്ത് കൊണ്ടുകൊണ്ട് സൗകര്യപ്രദമായ രീതിയിൽ ഹറാമ് കാണാൻ അവസരം കിട്ടുന്ന പൊന്നുമോനെ, അവസരം കിട്ടുന്ന പൊന്നുമോനെ, അല്ലാഹുവിനെ പേടിക്കടാ, അല്ലാഹുവിനെ പേടിക്കടാ. എന്റെ പ്രിയപ്പെട്ട പെരിങ്ങത്തൂരിലെ മോനെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടക്കുന്ന സ്വർഗ്ഗത്തിൽ കാലെടുത്ത് വെക്കാൻ എന്റെ പൊന്നുമോനെ നിനക്ക് യോഗ്യതയുണ്ടോ? എന്റെ പെരിങ്ങത്തൂർ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന് വേണ്ടി ജീവിച്ച പുനക്കുട്ടിയായ അലി ഹൈദർ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്ന സ്വർഗത്തിന്റെ വഴിയിലൂടെ കാലെടുത്ത് വെക്കാൻ എന്റെ ചെറുപ്പക്കാരാ നിനക്ക് യോഗ്യതയുണ്ടോ? എന്റെ ചെറുപ്പക്കാരാ നിനക്ക് യോഗ്യതയുണ്ടോ? കഴിയണം മോനെ, പൊട്ടി പൊട്ടി പറഞ്ഞിട്ട് അല്ലാഹുവിനോട് പറയണം, നാഥാ അമലുകളില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, നിന്റെ സ്വർഗ്ഗത്തിന് എനിക്ക് യോഗ്യതയില്ല, നരകത്തെ കാക്കണേ അല്ലാഹ്. ഒരു ചെറിയ അമൽ മതി, ചിലപ്പോ അല്ലാഹു സ്വർഗം നമുക്ക് ഉറപ്പിക്കാൻ പറയാൻ കഴിയില്ല. ഒരു ചെറിയ തെറ്റു മതി, ചിലപ്പോ നമുക്ക് അല്ലാഹു നരകം തരാം. പൂച്ച കാരണമേ വീണൊരു പെണ്ണു തീയാറി, അതിനെ കെട്ടിയിട്ടവൾ പട്ടിണി കിട്ടന്നു കൊല്ലുന്നേ, നരകം റബ്ബ് നൽകുന്നേ. പൂച്ച കാരണമേ, ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ ഒരു പെണ്ണിന് അത് മാത്രം മതി അവൾക്ക് നരകം വാങ്ങാനെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഒരു അമൽ മതി സ്വർഗം കിട്ടാൻ, ഒരു തെറ്റു മതി നരകം കിട്ടാൻ. അല്ലാഹു കാക്കട്ടെ. പെരിങ്ങത്തൂർ മഖാമിൽ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതി തുടങ്ങി വെച്ച ഈ സംരംഭത്തിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് പദ്ധതികൾ, ലക്ഷക്കണക്കിന് രൂപ മുടക്കി പന്തലും അതുപോലെ 250 ചെമ്പ് ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി ഈ മഖാമിന്റെ അൽഹംദുലില്ലാ മഹാനുഭാവന്റെ പൊരുത്തത്തിന് വേണ്ടി വെമ്പൽ കൊണ്ട് ആവേശത്തോടെ നടത്തുമ്പോൾ അതിനൊരു സംഭാവന ഒരു കല്യാണത്തിന് വരുമ്പോൾ കൊടുക്കുന്ന പോലെ ഈ മഹാനുഭാവന്റെ പേര് നിയ്യത്ത് ചെയ്ത്, അല്ലാഹുവേ ഈ കൊടുക്കുന്ന തുക എനിക്ക് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു കാരണമാകണേ അല്ലാഹ് എന്ന് നിയ്യത്ത് ചെയ്ത്, ഈ സ്വതക്ക നാളെ എന്നെ നരകത്തിൽ നിന്ന് തടയാൻ ഒരു നിമിത്തമാകണേ അല്ലാഹ്. പറയാൻ കഴിയില്ല, ചിലപ്പോൾ ഈ ഒരു അമൽ കൊണ്ട് രക്ഷപ്പെടും. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവേ
ഈ മഖാമിന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് തടിച്ചുകൂടിയിരിക്കുന്ന 10,000ങ്ങളുടെ മുമ്പിലേക്ക് ഈ ബക്കറ്റുമായി പ്രിയപ്പെട്ട സംഘാടകർ കടന്നു ചെല്ലുമ്പോൾ എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയുക. ആ ബക്കറ്റ് ഇട്ട് കൊടുക്കുന്ന സ്വതക്ക നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഉറൂസിന്റെ 1ാമത്തെ ദിവസമാണ്. ഈ സ്വതക്ക അവരുടെ നരകമോചനത്തിന് ഒരു കാരണമാക്കണേ റബ്ബേ. ഈ സ്വതക്ക അവരുടെ പരലോക വിജയത്തിന് ഒരു നിമിത്തമാക്കണേ അല്ലാഹ്. ഈ സ്വതക്ക അല്ലാഹുവേ സ്വർഗ്ഗപ്രവേശനത്തിന് ഒരു കാരണമാക്കണേ അല്ലാഹ്. കരുണക്കടലായ പടച്ചവനെ, അർഹമുർ റഹീമായ തമ്പുരാനെ, ഈ ബക്കറ്റിലിടുന്ന ചെറുപ്പക്കാരും ഉമ്മമാര് പെങ്ങന്മാര് കുഞ്ഞുമക്കളും മുത്തഅല്ലിമീങ്ങൾ ഉസ്താദുമാര് ഈ സ്വതക്ക അവർക്ക് വലിയ ഒരു നേട്ടത്തിന് നിമിത്തമാക്കണേ അല്ലാഹ്. ഈ സ്വതക്ക അവർക്ക് വലിയ ഒരു വിജയത്തിന് നിമിത്തമാക്കണേ അല്ലാഹ്. സ്വല്ലി അലാ നബി മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് പ്രാവശ്യം ഡിസംബർ മാസം 24, 25 തീയതികളിലാണ് കണ്ണൂർ സ്റ്റേഡിയത്തിൽ വലിയൊരു പരിപാടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അവിടെ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ഇന്ന് പല വിധത്തിൽ കത്തുകളൊക്കെ എഴുതി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കൊണ്ട് തന്നിട്ടുണ്ട്. അത് വെച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. അതൊക്കെ ഇപ്പോ വായിക്കാൻ സമയമില്ല, ഞാൻ അതിലേക്ക് വരികയാണ്. ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും അല്ലാഹു ഈ നിറഞ്ഞ മജ്‌ലിസിൽ ഇത്രയും ജനങ്ങൾ ഈ ബക്കറ്റിലൂടെ ഇട്ടുകൊടുക്കുന്ന സ്വതക്ക ഒരു വലിയ നേട്ടമായി, വലിയ വിജയത്തിന് അല്ലാഹു ഒരു കാരണമാക്കി തരട്ടെ എന്ന് കാര്യമായി അല്ലാഹുവിനോട് ദ്വാരന്നുകൊണ്ട് വിഷയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് വരുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു, നരകത്തെ പേടിക്കുന്നവന് ഉറങ്ങാൻ പറ്റൂല. ശരിയല്ലേ? നരകത്തെ പേടിക്കുന്നവന് ഉറങ്ങാൻ പറ്റൂല. സ്വർഗത്തെ തേടുന്നവനും ഉറങ്ങാൻ പറ്റൂല. സ്വർഗം വേണം എന്ന് സ്വർഗത്തെ ആഗ്രഹിക്കുന്നവനും ഉറങ്ങാൻ കഴിയൂല. നരകത്തെ പേടിച്ചിട്ട് കിടക്കുന്നവനും ഉറങ്ങാൻ പറ്റൂല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഔലിയാക്കൾ, എത്രയോ ആരിഫീങ്ങൾ, അവരെല്ലാം ആ നരകത്തെ ഭയന്ന് കരഞ്ഞവരാണ്. ബഹുമാനപ്പെട്ട വാദാട് ഉസ്താദിനെ കുറിച്ച് ഇവിടുത്തെ പ്രസിഡന്റിനോട് പറഞ്ഞു, അല്ലാഹുവേ, എത്രയോ ഔലിയാക്കളുടെ പൊരുത്തമുള്ള മനുഷ്യരാണ്. സമസ്തയുടെ 90ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രഥമ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ചത് ബഹുമാനനായ വാദാട് ഉസ്താദാണ്. അല്ലാഹുവേ, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അവരൊക്കെ നരകത്തെ കുറിച്ച് പറയുമ്പോ തന്നെ കരയുന്നവരാണ്. നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ കണ്ണു നിറയുന്നവരാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ മുശാവറ മെമ്പറായ കാപ്പിൽ ഉമർ ഉസ്താദ്, ഈ വിനീതന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, അല്ലാഹുവേ, ആ പ്രിയപ്പെട്ടവര് സുഖമില്ലാതെ കിടക്കയിലാണ്. കാണാ ചെല്ലുമ്പോ പൊട്ടിക്കരന്നുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്, പ്രസംഗിക്കുന്നവരെ കാണുമ്പോ പരലോകത്തിന്റെ ചിന്ത വരികയാണ്, പ്രഭാഷകന്മാരെ കാണുമ്പോ ആഖിറത്തിന്റെ ചിന്ത വരികയാണ്, മനസ്സുവല്ലാതെ പൊട്ടിപ്പോവുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് പറഞ്ഞതാണ്, അങ്ങനെ എത്രയെത്ര മഹത്തുക്കൾ, എത്ര മഹാന്മാർ. ഇന്നൽ ജന്നത ലാ യനാമു തോലിബുഹാ, സ്വർഗം ചോദിക്കുന്നവനും ഉറങ്ങാൻ പറ്റൂല, നരകത്തെ പേടിക്കുന്നവനും ഉറങ്ങാൻ പറ്റൂല. മനസ്സുവല്ലാതെ പിടച്ചുകൊണ്ടിരിക്കും, മനസ്സുവല്ലാതെ തകർന്നുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ലമ്മാ ഖലഖല്ലാഹു ജഹന്നമ, അല്ലാഹു നരകത്തെ പടച്ചപ്പോൾ ആ നരകത്തിനോട് അല്ലാഹു പറഞ്ഞു, ഒന്ന് അട്ടഹസിക്കാൻ പറഞ്ഞു. അല്ലാഹു നരകത്തെ പടച്ചിട്ട് ആ നരകത്തിനോട് ഒന്ന് അട്ടഹസിക്കാൻ പറഞ്ഞു. ആ നരകമെന്ന് വാതുറന്ന് അട്ടഹസിച്ചപ്പോൾ വാനലോകത്തുള്ള മലക്കുകൾ മുഴുവനും ഖറ അലാ വജിഹി, ഖറ അലാ വജിഹി, മുഖം കുത്തി വീണുപോയി എന്ന് നിബിധങ്ങൾ പറയുകയാണ്. മുഖം കുത്തി വീണുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മുഖം കുത്തി വീണ അവസ്ഥ കണ്ടിട്ട് അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ സമയത്ത് ആ മലക്കുകൾ പറയുന്നു, നീ നരകത്തിൽ കൊണ്ടുപോകുന്നവരാരെയെന്ന് നേരിട്ട് കാണുന്നത് വരെ ഞങ്ങളുടെ മനസ്സിന്റെ അകത്ത് നിന്ന് പേടി നഷ്ടപ്പെടൂല. ഞങ്ങൾക്ക് പേടിയാണ് റബ്ബേ, ഞങ്ങൾക്ക് പേടിയാണല്ലോ. ആരെയാണ് നരകത്തിൽ നീ കടത്തുന്നതെന്ന് അറിയുന്നത് വരെ ഞങ്ങളുടെ മനസ്സിന് സമാധാനമില്ല എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു പോയെങ്കിൽ പേടിക്കേണ്ട നമ്മൾ.
സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ തീയുണ്ടല്ലോ, നിസാരമായ ദുനിയാവിന്റെ തീയുണ്ടല്ലോ, ആ ദുനിയാവിന്റെ തീയുടെ ഒരല്പം നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് സ്പർശിച്ചാൽ എന്തൊരു വേദനയാണ്, എന്തൊരു വേജാറാണ്, എന്തൊരു പ്രയാസമാണ്, എന്തൊരു സങ്കടമാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആർക്കും മനുഷ്യ മക്കൾ എന്ന ദുനിയാവിൽ കത്തിക്കുന്ന ദുനിയാവിന്റെ തീയുണ്ടല്ലോ, അത് നരകത്തിന്റെ തീയുടെ എത്രയോ 10 മടങ്ങ് ഇരട്ടിയുടെ ശക്തിയായ ചൂട് കുറവാണ്. ദുനിയാവിന്റെ തീയെക്കാളും 70 ഇരട്ടി ശക്തിയുണ്ട് നരകത്തിന്റെ തീക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ മാസം ഒരു പിതാവ് ആക്സിഡന്റ് സംഭവിച്ച് കിടന്നപ്പോൾ ആ ഉപ്പയെ കാണാൻ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗത്ത് ഷീറ്റ് കൊണ്ട് സാരി കൊണ്ട് കെട്ടിയിരിക്കുന്ന ഒരു ബെഡ് കണ്ടു. ആരാണ് അവിടെ കിടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുകയാണ്, ഉസ്താദെ അങ്ങോട്ട് നോക്കണ്ട, ഒരു ശരീരം പൊള്ളിക്കിടക്കുകയാണ്. അല്ലാഹുവേ, ഒന്ന് ദുആരക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പൊന്നുമോൻ ഇങ്ങനെ കിടക്കുകയാണ്. ഉമ്മ അടുത്തിരും ഇങ്ങനെ വീശോറികൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, കഴുത്ത് മുതൽ പൊക്കിളിന്റെ താഴ്ഭാഗം വരെ വെന്തിട്ട് മാംസം പുറത്തു വന്നിരിക്കുകയാണ്. എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ടാ മാതാവ് പറഞ്ഞത്, തിളച്ച വെള്ളം വീണതാണ്, ചായക്ക് വേണ്ടി തിളപ്പിച്ച വെള്ളം വീണതാണ്. അടുക്കളയുടെ അടുപ്പത്ത് ചായക്ക് വേണ്ടി തിളപ്പിച്ച വെള്ളം വീണപ്പോ ഒരു പൊന്നുമോന്റെ ശരീരത്തിന്റെ മാംസം പോലും വെന്ത് കരിഞ്ഞു പോയിരുന്നില്ലല്ലോ. ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. എത്രയോ ഇരട്ടി ചൂടുള്ള, എത്രയോ ശക്തിയായ ചൂടുള്ള ആ നരകത്തിൽ പോകാൻ എന്റെ പെങ്ങളെ സൂക്ഷിക്കണം പൊന്നുമോളെ, സൂക്ഷിക്കണം പൊന്നുമോളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പ് പറഞ്ഞതാണ്, 2 വിഭാഗം നരകത്തിലാണ് സ്ത്രീകൾ. അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പ് പറഞ്ഞതാണ്, 2 വിഭാഗം സ്ത്രീകൾ നരകത്തിലെന്ന് ഉറപ്പ്. അതിൽ ഒരു വിഭാഗം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഏതാണ് ഈ ഷാളിന്റെ പുറകുഭാഗം പൊക്കി വെച്ചിട്ട് പുതിയ ഒരു കെട്ടുണ്ട്. അത് പലപ്പോഴും ഞാൻ കണ്ണൂർ വന്നപ്പോൾ പറഞ്ഞതാണ്. അതൊരു വിഭാഗം, അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. കാസിനിമത്തിൽ ബുഖത്തിൽ മാഇല, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തട്ടം കെട്ടി നടക്കുന്ന പെണ്ണ്, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തലപൊങ്ങിയിരിക്കുന്ന പെണ്ണ്, അത് അവിടെ എങ്ങനെ ഇരിക്കും ഈ ഭാഗം അല്ലേ? ഇപ്പൊ പുതിയ സ്റ്റൈൽ. നമ്മുടെ സഹോദരിമാർ, നിങ്ങളുടെ വീട്ടിലെ ഉമ്മമാർ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ പെൺകുട്ടികൾ, നിങ്ങളുടെ പെങ്ങന്മാർ, അവരങ്ങനെയാണ് തല കെട്ടി വെക്കുക. ഇത് ഇങ്ങനെ തലകെട്ടിയത് കൊണ്ട് എന്താണ് ഉസ്താദെ അള്ളാഹ്ക്ക് സംഭവിക്കാൻ പോവാ നിങ്ങൾ ചോദിക്കും. അത് എനിക്കറിയില്ല, നബിതങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ തലകെട്ടി വെക്കുന്ന പെണ്ണ് ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദിന റീഹ, സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്ന് മാത്രമല്ല സ്വർഗ്ഗത്തിന്റെ വാസന, സുഗന്ധം അതുപോലും ആ പെണ്ണിന് കിട്ടൂല. രണ്ടാമത്തേതാണ് കാസിയാത്ത്, ആരിയാത്ത്. കാസിയാത്തുൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചവരാണ്. ആരിയാത്തുൻ പക്ഷേ അവർ നഗ്നകളാണ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് ലെഗിൻസ് എന്ന് പറയും. കാസിയാത്തുൻ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ ആരിയാത്തുൻ അവർ നഗ്നകളാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ലെഗിൻസ് എന്നാണ്. നമ്മുടെ സഹോദരിമാർ അത് ധരിച്ച് രക്ഷപ്പെടാമെന്ന് മോഹിക്കണ്ട. എല്ലാ സഹോദരിമാർക്കും ഇന്നൊരു ട്രെൻഡാണ്. എന്തിനാണ്? നമ്മുടെ നാട്ടിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞ മതയാനകളെ പോലെ തിന്നു കൊഴുത്ത് കണ്ടവന്റെ മുമ്പേ പ്രദർശനമായിട്ട് എന്തിനാണ് പൊന്നുമോളെ ഇറങ്ങി ചെല്ലുന്നത്? അല്ലാഹു കാക്കട്ടെ. അവസാനിപ്പിക്കണം, തീരുമാനിക്കണം ഈ സദസ്സിൽ. മഹാനായ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ ഇരുന്നു കൊണ്ട് ശക്തമായി തീരുമാനിക്കണം, അല്ലാഹുവേ ഞാൻ ഇനി അത് ഉപയോഗിക്കില്ല, ആ വസ്ത്രം ധരിക്കില്ല. ശക്തമായി തീരുമാനമെടുക്കണം എല്ലാ സഹോദരിമാരും. നമുക്ക് നേരത്തെ നിർത്തേണ്ടതുണ്ട്, കാരണം നമ്മുടെ നാട് ഒരു പ്രശ്നബാധിത മേഖലയാണ് ഇപ്പൊ ഈ അടുത്ത സമയത്തായി. അതുകൊണ്ട് പാതിരാ സമയങ്ങളിൽ അത് കഴിഞ്ഞ് പിരിഞ്ഞു പോവാനും ഇത്രയും സഹോദരിമാരെ പോയി തീരുമ്പോൾ തന്നെ 12 മണിയാവും. അപ്പൊ അത് നിങ്ങൾക്ക് നാളെ മുതലുള്ള പരിപാടിക്ക് വരുന്നതിന് ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ ദിവസമായതുകൊണ്ട് തന്നെ നേരത്തെ നിർത്തിയെങ്കിൽ മാത്രമേ നാളെ മുതൽ അവിടെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ റാഹത്താവുള്ളൂ. അതുകൊണ്ട് വേഗം ഞാൻ പെട്ടെന്ന് എന്റെ വിഷയത്തിന്റെ ഭാഗ്യഭാഗത്തേക്ക് വരികയാണ്. എന്റെ സഹോദരിമാർ തീരുമാനിക്കും, നമുക്ക് വേണ്ട പെങ്ങളെ, വല്ലാഹി നമുക്ക് വേണ്ട. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ആലോചിച്ചതാണ്, വീട്ടിന്റെ അകത്തിരുന്ന് ആലോചിച്ചതാണ്. റമദാൻ ഫുള്ള് ഞാൻ വീട്ടിലുണ്ടായിരുന്നു, എങ്ങും പോവാതെ. ചിന്തിച്ചു, കുറെ ആളുകൾ വരും മയ്യത്ത് നിസ്കാരത്തിന്, കുറെ ആളുകൾ വരും എന്റെ മകന്റെ ഖബറടക്കത്തിനും മയ്യത്ത് നമസ്കാരത്തിനും. എണ്ണിയാലൊടുങ്ങാത്ത ആള് വന്നു. വീട്ടിൽ നിറച്ച ആളുകൾ ഉണ്ടായിരുന്നു. എപ്പോഴും ആളും ബഹളവും ദുആ ചെയ്യലും കരച്ചിലും തസ്ബീഹും ഒക്കെയാണ്. 2, 3, 4, 5, 6 ദിവസം കഴിഞ്ഞപ്പോ ഈ ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങും. വീട്ടിന്റെ മുമ്പിലെ ടാർപ്പ് അഴിച്ചു കൊണ്ടുപോകും, കസേര പറക്കി മാറ്റിയിടും, ബന്ധുക്കൾ ഓരോന്നോരോന്നായി പോകും. അവസാനം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മാത്രമാകും. ഒരിക്കലും മനസ്സിൽ നിന്ന് മറക്കാനാകാത്ത മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോനെ മറക്കൽ അല്ലാഹു എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നിർബന്ധമാക്കും. മറക്കാൻ കഴിയില്ല, എന്നാലും അല്ലാഹു നമ്മുടെ മനസ്സിൽ ഒരു മറതി ഇട്ടു തരും. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുക. എന്റെ പ്രിയപ്പെട്ട മക്കൾ ഇക്ക എവിടെയെന്ന് ചോദിക്കുമ്പോ ഇക്കായ മറന്നു തുടങ്ങും. അതാണ് ജീവിതം, അത്രേ ഉള്ളൂ ജീവിതം. ഒരു മകനെ വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം, അതിനേക്കാൾ വലിയ ബന്ധം ഇവിടെ നിങ്ങൾക്ക് ആരോടാണുള്ളത്? അപ്പൊ പിന്നെ നിങ്ങളെ അവർ ഓർമ്മിക്കുമോ? നിങ്ങൾ മരണപ്പെട്ടാൽ ഭർത്താവാകുന്ന പെരിങ്ങത്തൂരുള്ള ഷംനാദോ ഷാനവാസോ അബ്ദുറസാഖോ ശുക്കൂറോ മരണപ്പെട്ടാൽ നിങ്ങളുടെ ഭാര്യ പറയും, എനിക്ക് ഭക്ഷണം വേണ്ടമ്മ, എന്റെ കായ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഖബറിൽ കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട പെരിങ്ങത്തൂരിലേക്ക് ഖബറിൽ കിടന്നുകൊണ്ട് ചിന്തിക്കും, അല്ലാഹു എന്റെ ഭാര്യയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണ്, എന്റെ ഭാര്യയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണ്. ജീവിച്ചിരുന്നപ്പോൾ അവൾ ഇത്ര സ്നേഹിച്ചില്ല, ഞാൻ മരിച്ചിട്ട് ഭക്ഷണം പോലും കഴിക്കുന്നില്ല, അത്രയ്ക്ക് സ്നേഹമാണ്. 2 ദിവസം ഭക്ഷണം കഴിക്കൂല, 3-ാമത്തെ ദിവസം ഇച്ചിരി ചൂട് കഞ്ഞി കുടിക്കും, 4-ാമത്തെ ദിവസം 2 ദോശ കഴിക്കും, 5-ാമത്തെ ദിവസം അരിപ്പത്തിരി കഴിക്കും, 6-ാമത്തെ ദിവസം ടയറുപത്തിരി കഴിക്കും, 7-ാമത്തെ ദിവസം മട്ടൻ ബിരിയാണി കഴിക്കും, 10-ാമത്തെ ദിവസം 3 നേരം ലാവിഷായിട്ട് കഴിക്കും, 11-ാമത്തെ ദിവസം ഇക്കാക്ക് വേണ്ടി ഇന്ന് നീ ഖുർആൻ ഓതിയില്ലെന്ന് ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ് മറന്നുപോയി, ഇന്ന് ഓതണം, വൈകുന്നേരം ആവട്ടെ എന്ന് പറയും. അങ്ങനെ പതുക്കെ മറന്ന് ജീവിതം പോകും. ഇരിക്കുമ്പോ ജയ്ഹിന്ദിൽ ചോദിച്ചതാണ്, ജയ്ഹിന്ദ് ടിവിയിൽ ഇരിക്കുമ്പോ ചാനലിലൂടെ നോക്കിയിട്ട്, വാതിലിലൂടെ ചാനൽ നോക്കിയിട്ട് ഒരു സീരിയൽ കാണാൻ അനുവദനീയമാണോ ഉസ്താദ് എന്ന് ചോദിച്ച സഹോദരിമാരാണ് ഇരിക്കുമ്പോ. അതാണ് നമുക്ക് വേണ്ടി ഇരിക്കുന്ന സഹോദരിമാർ. നിങ്ങളെല്ലാവരും അങ്ങനെ നല്ല ഞാൻ പറഞ്ഞത്. ഒരു വണ്ടി ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കണം. GJ1 HP 4350 ഗ്യാസിന്റെ നമ്പറാണ് പഠിച്ചത്. HP ഗ്യാസ് GJ1 HP 4350 എന്ന വാഹനം ഒന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. വലിയ തിരക്കാണ്, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യം കുറേ ബുദ്ധിമുട്ടാണ്. നിങ്ങളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. എനിക്ക് എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരും. അപ്പൊ ഇതാണ് അവസ്ഥ. നിങ്ങൾ മരിച്ചാലും ഇതിനപ്പുറം ഒന്നും സംഭവിക്കൂല. ഞാൻ മരിച്ചാലും ഇത്ര തന്നെ. അവിടെ ഇവിടെയൊക്കെ കുറെ ദുആ കിട്ടും, കുറെ ആളുകൾ വരും, അതങ്ങ് കഴിഞ്ഞു പോകും. കഴിഞ്ഞങ്ങ് പോകും. പിന്നെ അല്ലാഹുവേ ഒറ്റയ്ക്ക് എവിടെ കിടക്കണം? പിന്നെ നമ്മളെ മക്കൾ ഓർക്കുമോ അറിയില്ല. വാപ്പാന്റെ ഖബർ പോലും ഓർക്കുമോ? ഉമ്മാന്റെ ഖബർ പോലും കാണാൻ നമ്മുടെ മക്കൾക്ക് കഴിവുണ്ടാകുമോ അറിയില്ല. അങ്ങനെയുള്ള നമ്മൾ ആർക്ക് വേണ്ടിയാണ് നമസ്കാരം കളാക്കുന്നത്? മക്കൾക്ക് വേണ്ടി ഗൾഫ് രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ട വാപ്പ നിസ്കാരം കളാക്കി, ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഭർത്താവ് നിസ്കാരം കളാക്കി. ഒരു ഉപയോഗവുമില്ല. ഖബറിന്റെ അകത്ത് അദാബ് തന്നെയാണ്. ഈ നരകത്തിന്റെ ചൂടിന് ഒരു സൂചന തരാൻ വേണ്ടിയിട്ടാണ് ദുനിയാവിലെത്തിക്ക് അല്ലാഹു ചൂട് കൊടുത്തതെന്ന് ഖുർആൻ. അല്ലാഹു ദുനിയാവിലെത്തിക്ക് ചൂട് കൊടുത്തത് നരകത്തിന്റെ തീയുടെ ചൂടിനെ കുറിച്ച് നിങ്ങൾക്കൊരു വലിയ മുന്നറിയിപ്പ് തരാനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ ഈ തടിച്ചുകൂടിയ 10,000ങ്ങളോട് ഈ ആണ്ട് നേർച്ചയുടെ ഉറൂസിന്റെ 1-ാമത്തെ സുദിനത്തിൽ ഏറ്റവും വലിയ ഒരു ഉപദേശം കണ്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ വീട്ടിന്റെ അകത്തളത്ത് ഇബ്ലീസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ നരകം മറക്കുന്നത്, നമ്മൾ സ്വർഗം മറക്കുന്നത്, നമ്മൾ മരണം മറക്കുന്നത്, നമ്മൾ ഖബർ മറക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു 2 കാര്യം പറഞ്ഞു തരാൻ പോകുന്നു. ഒന്ന്, ഇബ്ലീസ് നമ്മളെ വീടിന്റെ പരിസരത്ത് പോലും വരാതിരിക്കാനുള്ള 2 മരുന്ന്. ഇബ്ലീസ് നമ്മളെ വീടിന്റെ പരിസരത്ത് പോലും വരാതിരിക്കാനുള്ള 2 മരുന്ന്. മറ്റൊന്ന്, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെടാൻ പോകുന്നു എന്നറിയുമ്പോൾ ചൊല്ലാനുള്ള ഒരു ദിക്ർ.
ഇന്നതാണ് ആവശ്യം അല്ലേ? ഫ്ലൈറ്റ് അപകടം, അല്ലാഹുവേ പടച്ചവനെ, തിരുവനന്തപുരത്ത് നിന്നാണ് അത് പോയത്. അതുകൊണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടൻ തന്നെ ലഗേജ് ഒന്നും എടുക്കാതെ പെട്ടെന്ന് ഇറങ്ങിക്കോളൂ, ഹാൻഡ് ബാഗ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അച്ചാറിലും കാവറുത്തതിലും ചിപ്സിലും ആയിരുന്നു ആൾക്കാരുടെ പിടി. കത്താൻ പോവാണെന്ന് അറിഞ്ഞ പാവപ്പെട്ടവർ, എന്നാലും പിടി എന്റെ പെട്ടിയിലാണ്. എന്റെ ഭാര്യ തന്നയച്ച വെളിച്ചെണ്ണ, എന്റെ ഭാര്യ തന്നയച്ച അച്ചാറാണ്, നാരങ്ങച്ചാറാണ്, മാമ്പഴാണെന്നൊക്കെ പറഞ്ഞ് അതിൽ കിടന്ന് പിടിക്കുകയാണ്. കത്തിക്കരിഞ്ഞു പോകുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഗ്നിശമന സേനയിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട സഹോദരന്റെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. എത്ര അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടതെന്നറിയാം. വല്ലാത്ത സംഭവമാണതൊക്കെ. നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം ഒരു അപകടത്തിൽ പെടാൻ പോകുന്നു എന്ന് തോന്നിയാൽ ചൊല്ലാനുള്ള ഒരൊറ്റ ദുആ കൊണ്ടൊരു ദിക്ർ, അത് മറക്കണ്ട നിങ്ങൾ, അത് ചൊല്ലണം. മനസ്സിൽ അങ്ങനെ ഒരു പേടി തോന്നിയാൽ അങ്ങനെ ചൊല്ലണം. നമ്മുടെ യുവാക്കളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്നവരല്ലേ, അത് ചൊല്ലണം. ഈ രണ്ട് കാര്യം പറയണം. ഒന്ന്, ഇബ്ലീസ് നമ്മുടെ വീട്ടിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രസംഗത്തിന്റെ എഫക്റ്റ് വീട്ടിൽ ചെന്നാൽ കിട്ടാത്തത്. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ എഫക്റ്റ് കിട്ടാത്തത് ഇബ്ലീസ് വരുന്നത് കൊണ്ടാണ്. സൂറത്തുൽ ബഖറ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വലിയ ഒരു കാവലാണ് സൂറത്തുൽ ബഖറ. ഒരു ദിവസം അത് ഫുൾ ഓതി തീർക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ തിരക്കിനിടയിൽ നിങ്ങൾക്ക് കഴിയില്ല. ഒരു 30 ആയത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അലിഫ് ലാം മീം മുതൽ ഓതിയിട്ട് അടയാളം വെക്കുക. രണ്ടാമത്തെ ദിവസം വീണ്ടും ഓതുക, അടയാളം വെക്കുക. മൂന്നാമത്തെ ദിവസം വീണ്ടും ഓതുക, അടയാളം വെക്കുക. അങ്ങനെ എല്ലാ ദിവസവും വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതുക, എല്ലാ ദിവസവും. 2 ആയത്തുൽ കുർസി മറക്കരുത്. അറിഞ്ഞില്ലെങ്കിൽ പഠിക്കണം, ഓതണം. ഇബ്ലീസിനെ ഓട്ടിക്കണം, തുരത്തി വിട്ടണം നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ നിന്ന്. മൂന്നാമത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അപകടമുണ്ടാകുമ്പോൾ ചൊല്ലാനുള്ള ദുആ. അപകടം പതിയിരിക്കുന്നുണ്ട് അല്ലേ? ഒരു അപകടം സംഭവിച്ച സഹോദരനെ ഞാൻ കാണാൻ പോയി. 11 വർഷം സൗദിയിൽ ആംബുലൻസ് ഡ്രൈവറായിരുന്നു. അപകടം സംഭവിച്ചു. 1.5 മണിക്കൂർ വണ്ടിയുടെ അടിയിൽ കിടന്നു. നമുക്കും ഈ സംഭവിക്കാം, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ സഹോദരന് എന്തു വേണമെന്ന് ചോദിച്ചു. ഞാനൊരു പുതിയ പരിപാടി ഈ മാസം 25-ാം തീയതി നമ്മൾ തുടങ്ങുന്നുണ്ട്. എല്ലാവരും ചോദിച്ചു, ഉസ്താദിന് അറബി കോളേജ് തുടങ്ങിക്കൂടെ, ഉസ്താദിന് യത്തീംഖാന തുടങ്ങിക്കൂടെ, ഉസ്താദിന് ദറസ് തുടങ്ങിക്കൂടെ, ഉസ്താദിന് എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി തുടങ്ങിക്കൂടെ. ഞാൻ ആ സഹോദരനെ പോയി കണ്ടപ്പോൾ തീരുമാനിച്ചു, ഒന്നും വേണ്ട. ആ സഹോദരന് 5000 രൂപയുടെ പഞ്ഞി വേണം ഒരു മാസം. മരുന്നിൽ മുക്കി ആ സഹോദരന്റെ ശരീരത്തിന്റെ പുറകിലുള്ള ഹോളുകളിൽ വെക്കാൻ 5000 രൂപയുടെ പഞ്ഞി മാത്രം. പഞ്ചായത്തിൽ നിന്ന് പാലിയേറ്റീവ് കെയർ പ്രകാരം വന്ന് അദ്ദേഹത്തെ പരിചരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു, അല്ലാഹുവേ ഇതുപോലെ അദ്ദേഹത്തിന്റെ ഉമ്മയും ഉപ്പയുമാണ് മലവും മൂത്രവും അദ്ദേഹത്തിന്റെ എടുത്ത് വൃത്തിയാക്കുന്നത്. ആ സഹോദരൻ പറഞ്ഞു, എനിക്ക് വേറെ ആരുമില്ല ഉസ്താദേ, എന്റെ 2 കൈ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. 11 വർഷം കൊണ്ട് ഇപ്പോ ഉറക്ക ഗുളിക കഴിച്ചിട്ടുറങ്ങുന്ന, എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുന്ന സഹോദരൻ ഒന്ന് തിരിഞ്ഞു കിടന്നപ്പോ അത്ഭുതപ്പെട്ടു പോയി. വലിയ വലിയ ഹോളുകളാണ് പുറകിൽ. മരുന്നിങ്ങനെ ഉമ്മ മുക്കിയിട്ട് പഞ്ഞി വെച്ചു കൊടുക്കും. ഒരു മാസം 5000 രൂപയുടെ പഞ്ഞി. ആ സഹോദരന്റെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അറബി കോളേജ് തുടങ്ങിയിട്ടില്ല, യത്തീംഖാന തുടങ്ങിയിട്ടില്ല, ഞാനൊന്നും തുടങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് വ്യാപകമായ പിരിവൊഴിവാക്കിയിട്ട് നിങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഞങ്ങളൊരു ആതുരാലയം തുടങ്ങാൻ പോകുന്നു. നിങ്ങളെപ്പോലെ തളർന്നവർക്ക് കുടുംബം പോറ്റാൻ വേണ്ടി ഓടി നടന്ന് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി കഷ്ടപ്പെട്ട് അവസാനം ആരുമില്ലാതെ ഒളിച്ചവർക്ക് വേണ്ടി ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്താൻ പോവാൻ വാടകയ്ക്ക് ഒരു ബിൽഡിംഗ് എടുത്ത് അതിന് കുറെ പണിയൊക്കെ നടത്തി ഒരു ചെറിയ ആംബുലൻസ് അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി തുക നിയമിച്ച സഹോദരൻ അല്ലാഹു ഈ ലോകത്തും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് കട്ടില് അതുപോലെ ബെഡും ഒക്കെ ഓരോ സഹോദരങ്ങളാ പറഞ്ഞത്. സ്നേഹസാഗരം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞ് സൊസൈറ്റി രൂപീകരിച്ചിട്ട് ആ ബിൽഡിംഗ് സ്നേഹസാഗരം ഫൗണ്ടേഷൻ എന്ന പേരിൽ അൽഹംദുലില്ലാഹ് എഗ്രിമെന്റ് ചെയ്തു. അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇവിടേക്ക് ഒരുപാട് പ്രവർത്തകരുണ്ട്. സ്നേഹസാഗരം 25-ാം തീയതി ഉദ്ഘാടനം എന്ന് ഫ്ലെക്സ് ബോർഡ് പെരിങ്ങത്തൂര് വെച്ചിരിക്കുന്നത് നൗഷാദ് വാക്കവെ കണ്ടിട്ടില്ലാത്ത യുവാക്കളാണ്.
എന്റെ ചിലപ്പോ ഞാൻ നേരിട്ടവർക്ക് സലാം പോലും പറഞ്ഞിട്ടില്ല, ഞാൻ അവരെ കൈ പോലും പിടിച്ചിട്ടില്ല. പക്ഷേ അവരാ ഫ്ലെക്സ് ബോർഡ് ഒട്ടിച്ച് അവര് പോസ്റ്റർ ഒട്ടിച്ചു വെച്ചത് രോഗികളെ സഹായിക്കുന്ന സംരംഭത്തിന് വേണ്ടിയാണ്. അള്ളാഹു നിങ്ങൾ ദുആരക്കണം. പൈസയല്ല ചോദിച്ചത്, നിങ്ങൾ ദുആ ചെയ്യണം. ദുആ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ കാര്യമായി ദുആരക്കണം. കാല് മുറിഞ്ഞ ഒരു രോഗിയെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് നബീസ എന്ന് പറയുന്ന ഒരു ഉമ്മയെ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ വരുന്നത് കൊണ്ട് ഇതര മതത്തിൽപ്പെട്ട ഒരു ആതുരാലയം വഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോയി തിരുവനന്തപുരം സിറ്റിയിൽ. അതുപോലെ 100 കണക്കിന് ആളുകളുണ്ട്. ആകെ 10-15 ആളെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എന്നാലും അങ്ങനെയുള്ളവരുടെ മുറിവിൽ ഇത്തിരി മരുന്ന് വെച്ച് കൊടുക്കുമ്പോൾ, ആരും നോക്കാനില്ലാത്തവർക്ക് ഇച്ചിരി ചോറ് കൊടുക്കുമ്പോൾ, അതിന്റെ പേരിലെങ്കിലും അള്ളാഹു ഈ പൊട്ടന്മാരായ നമുക്ക് അള്ളാഹു സ്വർഗം തന്നാ വിജയിക്കുമല്ലോ. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നാടുകളിൽ, നമ്മുടെ ജില്ലകളിൽ, നമ്മുടെ സ്ഥലങ്ങളിൽ ഇതുപോലെ ആതുരാലയങ്ങൾ തുടങ്ങി മഹലിന്റെ കീഴിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ തൗഫീക്ക് തരണേ അല്ലാ. പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഇവിടെ ദാറുൽ ഹുദായുടെ കീഴിൽ ഒരു സ്ഥാപനം തുടങ്ങണം, വഫിയ തുടങ്ങണം, വാഫി തുടങ്ങണം. 3000ഓളം മക്കൾ പഠിക്കുന്നുണ്ട് ഇവിടുത്തെ മദ്രസയില്. ചെറിയ കാര്യമൊന്നുമല്ല. 3000ഓളം മക്കൾ പഠിക്കുന്ന മദ്രസ. ഹിഫ്ദുൽ ഖുർആൻ കോളേജ് 2 മക്കൾ ഇവിടുന്ന് തങ്ങളുടെ കയ്യിൽ നിന്ന് അൽഹംദുലില്ലാഹ് ട്രോഫി വാങ്ങിപ്പോയി. എന്ത് രസമായിരുന്നു ആ പൊന്നുമോൻ ആദ്യം ഓതിയ ഖുർആനിന്റെ വാക്കുകൾ. കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തുപോയി ഞാൻ. കാരണം എന്റെ മുസ്താഖ് അഹമ്മദിനെ അതുപോലെ ഒരു ഹാഫിളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിയ്യത്ത് ചെയ്തിരുന്നതാണ്. ആ പൊന്നുമോന്റെ ആ നാവിൽ നടന്നു വീണ ഖുർആനിന്റെ വജസ്സുകൾ, ആ വചനങ്ങൾ വല്ലാതെ അത്ഭുതപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോന്റെ ശബ്ദം അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആ തങ്കക്കുടത്തിന് ഇവിടുന്ന് ഹാഫിളാകുന്ന മക്കൾക്ക്, പെരിങ്ങത്തൂര് മഹല്ല് നിവാസികളെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് വരൂ എന്ന് മാടി വിളിക്കുന്ന മാടപ്രാവുകൾ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. നമ്മുടെ മക്കളൊക്കെയും അള്ളാഹു ആ രീതിയിൽ അള്ളാഹു വളർത്തുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴാണ് അപകടം വരുന്നതെന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാണ് സങ്കടം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് അത് വരാതിരിക്കാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപകടം വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ സലാമുൻ അലാ ഇബ്രാഹിം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് സലാമുൻ അലാ ഇബ്രാഹിം എന്ന് പറയണം 11 പ്രാവശ്യം. വാഹനം ഓടിക്കുമ്പോൾ പേടിച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സലാമുൻ അലാ ഇബ്രാഹിം എന്ന് പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നേരത്തെ ഓതിയ ഫാത്തിഹ, അതിനുശേഷം 3 സൂറത്ത് ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ദുആ ലിസ്റ്റുകളുണ്ട്. എല്ലാ ലിസ്റ്റുകളും നമുക്ക് വായിക്കാൻ കഴിയില്ല. ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം തന്നിട്ടുണ്ട്. നാളെ മുതൽ ഇവിടെ നടക്കുന്ന പ്രഭാഷണ വേദിയിൽ നേരത്തെ കൂട്ടി ഒരു 7 മണി കഴിയുമ്പോൾ തന്നെ എല്ലാവരും എത്തണം. പിന്നെ ബക്കറ്റില് വേറെ പിരിവൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ബക്കറ്റ് കൊണ്ടുവരുമ്പോ പുരുഷന്മാരും സ്ത്രീകളും കാര്യമായി ഒരു വലിയ തുക തന്നെ ആ ബക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ഈ മഹലിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കാര്യമായി സഹായിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് ലിസ്റ്റുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ലിസ്റ്റും നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്ന് വായിക്കാൻ കഴിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യമായി സഹായിക്കട്ടെ. ഇവിടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് ദുആരക്കാൻ പറഞ്ഞു. നിലമ്പൂരുള്ള ബാബുലാൽ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന സഹോദരൻ, ഈ പെരിങ്ങത്തൂരിൽ വെച്ചാണ് ആ സഹോദരൻ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചു. അങ്ങനെ ഒരു സ്വർണ്ണമോതിരം വന്നുകൊണ്ട് ദുആരക്കാൻ പറഞ്ഞു. ബക്കറ്റിലൂടെ ചെറുതും വലുതുമായി സുലക്കയിട്ടവർ, ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒട്ടനവധി നിരവധി ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുലക്ക ചെയ്തവർ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നിൽക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ്. എല്ലാവരും കാര്യമായി ആമീൻ പറയണം. ഇൻഷാ അല്ലാഹ് അടുത്ത ഉറൂസിനെങ്കിലും സമാപന ദിവസം അല്ലാഹു നമുക്ക് പറയാൻ തൗഫീഖ് തരട്ടെ. എല്ലാ സഹോദരങ്ങളും കാര്യമായി ആമീൻ പറയണം. ഈ വലിയ സദസ്സിന്റെ ദുആ സ്വീകരിക്കുന്നതിന് നിങ്ങളെ ഒരു ആമീൻ കാരണമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഈ മഹാനുഭാവന്റെ ദർജയേറ്റുന്നതിന് കാരണമാക്കണേ അല്ലാഹ്. അസ്ലം എന്ന സഹോദരന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം ഉറൂസിനുണ്ടായിരുന്ന കുന്നോത്ത് ഫഹദ് എന്ന സഹോദരൻ, MBK മുഹമ്മദ് എന്ന സഹോദരൻ, അവരുടെ ഖബറിലേക്കും അല്ലാഹുവേ ഈ ഫാത്തിഹയുടെ പ്രതിഫലത്തിനെ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി പെരിങ്ങത്തൂർ പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മുഴുവൻ ഖബറാളികൾക്കും അതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, അല്ലാഹുവേ, മഹാനായ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുത്വവും പൊരുത്തവും നീ പാവപ്പെട്ട ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ ഉറൂസ് മുബാറക്ക് അതിഗംഭീരമായി നീ വിജയിപ്പിക്കണം തമ്പുരാനെ. 250 ചെമ്പ് ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കുമ്പോൾ അല്ലാഹുവേ ബറക്കത്താണ്, അത് മരുന്നാണ് എന്ന് പറഞ്ഞ് കഴിക്കാൻ വാങ്ങുന്നവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ കരുണക്കടലായ പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിൽ സമാധാനം നൽകണേ അല്ലാഹ്, സ്വസ്ഥത തരണേ അല്ലാഹ്. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഹോദരിമാർക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, കുഞ്ഞുമക്കൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഭീതി നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഇപ്പോഴും പല സ്ഥലത്തിരുന്നും ആ ഭീതി മാറിയിട്ടില്ല. അല്ലാഹുവേ, കാക്കണേ തമ്പുരാനെ, കാക്കണേ റഹ്മാനെ, അർഹമർ റഹീമായ റബ്ബേ. ഒരുപാട് ഔലിയാക്കളും ഒരുപാട് മഹാന്മാരും ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഈ കണ്ണൂർ ജില്ലയുടെ മണ്ണിനെ രക്തനിറത്തിലാക്കി നീ മാറ്റല്ല തമ്പുരാനെ, മാറ്റല്ല റഹ്മാനെ. എത്ര സംഭവങ്ങൾ ഉണ്ടായാലും അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ കള്ളിലും കഞ്ചാവിനും വേണ്ടി അടിപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ഈ ഉമ്മത്തിനെ നീ പെടുത്തിക്കളയില്ല അല്ലാഹുവേ. നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹു, എന്നോടൊപ്പം വന്ന സഹോദരങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ കൂട്ടുകാർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, രാവിലെ പരിചയപ്പെട്ട നൗഷാദ് എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. വിദേശ രാജ്യത്തിൽ നിന്ന് അല്ലാഹു ഹമീദ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ പ്രത്യേകിച്ച് ദ്വാരക്കണം. ഉസ്താദ് അവിടെ വന്നാൽ എന്റെ വണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒരുപാട് നേരം അൽഹംദുലില്ലാഹ് ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി മനസ്സ് കാണിച്ചു. ആ ഗൾഫിൽ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ തൊഴിലിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാഹ്. അബൂബക്കർ റാജിയെ പോലെ, ഇസ്മായിൽ സഹോദരനെ പോലെ, മുഹമ്മദിനെ പോലെ, മുഹമ്മദ് അലിയെ പോലെ, അല്ലാഹു പടച്ചവനെ, ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെ പോലെ, സഹദാത്യങ്ങളെ പോലെ, മഹല്ല് പ്രസിഡന്റ് ഒരുപാട് മുഹമ്മദ് ഹാജിയെ പോലെ, പാലത്തായി മൊയ്തു ഹാജിയെ പോലെ, അല്ലാഹു ഒരുപാട് വേണ്ടപ്പെട്ടവരുണ്ട്. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് ദൂര സ്ഥലത്തിൽ നിന്ന് വിവാദം കേൾക്കാൻ വന്നവർ അല്ലാഹുവേ അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, എന്തെല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണോ വന്നത് ആഗ്രഹം നീ നടത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ മഹല്ലിന് ഏറ്റവും അധികം വേണ്ടപ്പെട്ട ഒരു സഹോദരനെ കുറിച്ച് അല്ലാഹുവേ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. നാസർ എന്ന് പറയുന്ന സൗദിയിലെ ജയിലിൽ കഴിയുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ നീ മോചിപ്പിക്കണ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, വിദേശ രാജ്യമാണ്, അറിയാതെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ രക്ഷപ്പെട്ടു വരാൻ വലിയ പാടാണ്. നിന്റെ ബറക്കത്ത് കൊണ്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന യാസീനിന്റെ ആയത്തിന്റെ ഫളല് കൊണ്ട് ആ സഹോദരനെ മോചിപ്പിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, പെരിങ്ങത്തൂർ മഹലിന്റെ മദ്രസയെ നീ വളർത്തണേ അല്ലാഹ്. മഖാമിന്റെ കറാമത്ത് അധികരിപ്പിക്കണേ അല്ലാഹ്. എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട് തമ്പുരാനെ, മക്കളില്ലാത്തവർ ഇവിടുത്തെ സിയാറത്ത് കൊണ്ട് മക്കളെ കിട്ടിയിട്ടുണ്ട്, രോഗം മാറിയിട്ടുണ്ട്, കടം തീർന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ട്, ഡോക്ടറായിട്ടുണ്ട്, കടം തീർന്നിട്ടുണ്ട്, വീട് കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവേ, അങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ. ഇനിയും ആ കറാമത്ത് നീ വളർത്തണേ തമ്പുരാനെ. ഈ നാടിന്റെ അനുഗ്രഹമാകുന്ന കെടാവിളക്കാവുന്ന രീതിയിൽ ആ മഖാമിന്റെ പ്രഭയും പ്രകാശവും നീ അധികരിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് രോഗികളെ കണ്ടു അല്ലാഹ്. ഞങ്ങളുടെ സ്നേഹസാഗരം എന്ന ആതുരാലയത്തിൽ കൊണ്ടുവന്ന് കിടത്താൻ ഒരുപാട് രോഗികളുടെ അപേക്ഷകൾ വന്നു അല്ലാഹ്. കാണുന്നവരെ എല്ലാം കൊണ്ടുവന്ന് കിടത്താൻ കഴിയില്ല റബ്ബേ. കാലില്ലാത്തവർ, കൈയില്ലാത്തവർ, കിടന്ന കിടപ്പിൽ കിടന്നു മലവും മൂത്രവും എടുത്തു മാറ്റാൻ മക്കളില്ലാത്തവർ, അല്ലാഹുവേ, ഞങ്ങൾ തയ്യാറാണ് റബ്ബേ. ഈ സമുദായത്തിന്റെ ഉമ്മമാരുടെ ഉപ്പമാരുടെ മലവും മൂത്രവും ഞങ്ങളെ കൈകൊണ്ട് വൃത്തിയാക്കി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അല്ലാഹുവേ. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നല്ലോ. ഒരു ജൂതന്റെ നജസ് പോലും തന്റെ കൈകൊണ്ട് മുത്തുനിബിതങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനു ഞങ്ങൾ മടിക്കണം റബ്ബേ? ഞങ്ങളുടെ രോഗികളായ ഉമ്മമാരുടെ ശാപം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. രോഗികളായ തളർന്നു കിടക്കുന്ന
വരുത്തുന്ന ഉപ്പമാരുടെ ശാപം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. എത്രയോ സ്ഥലങ്ങളിൽ എങ്ങനെ പലരും കഴിയുന്നുണ്ട് അള്ളാഹുവേ. ഈ സാധുവിന്റെ നേതൃത്വത്തിൽ അതിന് ഇറങ്ങിത്തിരിക്കുമ്പോ ആയിരക്കണക്കിന് യുവാക്കളുണ്ട് കേരളത്തിനകത്തും കർണാടകയിൽ നിന്നുമൊക്കെ. അള്ളാഹുവേ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫോണിലൂടെ ഞങ്ങളുണ്ട് ഉസ്താദ് എന്ന് പറയുന്ന സഹോദരങ്ങൾ, അതിനു വേണ്ടിയിട്ട് രംഗത്ത് വരുന്ന പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, അവർക്ക് നീ അർശിന്റെ തണല് കൊടുക്കണേ അല്ലാ. അവർക്ക് നീ അർശിന്റെ തണല് കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ആ സംരംഭത്തിന് വേണ്ടി മനസ്സ് വെച്ച് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. ഈ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ വലിയ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി വാളണ്ടിയേഴ്സുകളായിരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും, അതിൽ വിദ്യാർത്ഥികളുണ്ട്, യുവ സുഹൃത്തുക്കളുണ്ട്, സഹോദരിമാരുണ്ട്. നീ കാക്കണേ തമ്പുരാനെ. അവിടെ ആഗ്രഹം നടത്തി കൊടുക്കണേ അല്ലാ. അവിടെ മനസ്സിന്റെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എത്രയോ കുടുംബങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ. മക്കളില്ലാത്തവർ, ഗർഭവതിയായ ഒരു പ്രിയപ്പെട്ട പെങ്ങള്, അള്ളാഹു അങ്ങനെ ഒത്തിരി സഹോദരിമാർ, സഹോദരങ്ങൾ, അവർക്കൊക്കെ നീ ആശ്വാസം കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് ഒരു സമാധാനം കൊടുക്കുന്നതിന് കാരണമാക്കണേ അല്ലാ. അള്ളാഹു, നാദാപുരത്തുള്ള അഫ്സൽ എന്ന സഹോദരന്റെ ഉമ്മയും നാളെ രാവിലെ ഹജ്ജിന് പോകുന്നു. കബൂൽ ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, ഒരുപാട് ആളുകൾ മക്കത്തും മദീനത്തും എത്തിയ തമ്പുരാനെ. ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഈ മാസം 31-ാം തീയതി അള്ളാഹുവെ പടച്ചവനെ നിന്റെ പരിശുദ്ധ മക്കത്തേക്ക് മദീനത്തേക്ക് വരുന്നുണ്ട്. നീ സ്വീകരിക്കണേ റഹ്മാനെ. നാളെയും മറ്റന്നാളുമായി ഒരുപാട് ഉസ്താദുമാര്, അല്ലാഹുവേ, നീ അവരുടെ ഹജ്ജ് സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധ മക്കത്തും മദീനത്തും നിന്ന് ദുആ ചെയ്യാൻ ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഞാൻ അവസാനം മക്കയുടെ കഅബയുടെ മുറ്റത്ത് നിന്ന് വിദായിന്റെ തവാഫ് ചെയ്തത് എന്റെ പൊന്നുമോന്റെ വിയോഗം പറഞ്ഞിട്ട് ഇളകുന്ന നെഞ്ചോട് കൂടിയായിരുന്നു റബ്ബേ. സന്തോഷത്തോടുകൂടി ബാക്കിയുള്ള മക്കളെയും കൊണ്ട് ഇനി അവിടെ പോകാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. മരിച്ചുപോയ പൊന്നുമോനെ കൊണ്ട് ഞാൻ മദീനത്ത് റൗളാ ശരീഫിന്റെ മുറ്റത്തിരുന്നിട്ടാണ് അവന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹുവേ, ആ പൊന്നുമോൻ സ്വർഗത്തിൽ വരൂ ഉപ്പാ വരൂ ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ ദീർഘായുസുള്ളവരാക്കണേ അല്ലാ. അല്ലാഹു, എത്ര കുഞ്ഞുമക്കൾ മരിച്ചു റബ്ബേ. ഇവിടെ മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ട് റബ്ബേ. ക്ഷമ കൊടുക്കണേ പടച്ചവനെ. നിന്റെ പരീക്ഷണം അപാരമാണ് റബ്ബേ. താങ്ങാനും സഹിക്കാനും പാവപ്പെട്ട ഒന്നിനും കഴിയാത്ത ഈ അടിമകളെ കൊണ്ട് കഴിയില്ല റബ്ബേ. ഞങ്ങൾ സാധുക്കളല്ലേ റബ്ബേ. നിന്റെ അപാരമായ പരീക്ഷണം ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ കറാമത്ത് കൊണ്ട് തരല്ല റഹ്മാനെ, തരല്ല പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ, എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞുമക്കൾ ഇക്കച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോ ചിരിച്ചും കളി പറഞ്ഞും അവരുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടുപോകുന്നുണ്ട് റബ്ബേ. പടച്ചവനെ, ആർക്കും ആ ഒരവസ്ഥ നീ കൊടുക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ മക്കള് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ നീ മരിപ്പിക്കല്ല റബ്ബേ, നീ മരിപ്പിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, പ്രഭാഷണത്തിന്റെ സീഡുകളുമായി ഇവിടെ വന്ന സഹോദരങ്ങളുണ്ട്. ഖുർആനിന്റെ താക്കീത് എന്ന, ഇത് ശാപമാണ് എന്ന ഒരുപാട് പ്രഭാഷണങ്ങൾ, വ്യഭിചാരത്തെ കുറിച്ച്, കള്ളിനെ കുറിച്ച് പ്രഭാഷണ സീഡുകൾ കൊണ്ടുവന്നു. വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും ഒക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേട്ട് മനസ്സിന് മാറ്റം വന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് റബ്ബേ. ഈ സ്റ്റേജിലിരിക്കുന്ന പലരും ആ രീതിയിലൂടെ വലിയ പരിവർത്തനം നേടിയവരാണ്. അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രസംഗം ഒരു അഹങ്കാരത്തിന്റെ വാക്കാക്കല്ലേ അല്ലാ. ഒരു ധിക്കാരിയാവുന്നതിന് കാരണമാക്കല്ലേ അല്ലാ. വിനയവും തഖ്വയും സൂക്ഷ്മതയും ഇഖ്ലാസുമുള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാന കണ്ണിയിലെങ്കിലും ഈ പാവപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നാദം മുതൽ പ്രസംഗത്തിൽ വരുന്ന എല്ലാ ഉസ്താദുമാരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ബഹുമാനപ്പെട്ട EP അബൂബക്കർ ഉസ്താദിന്റെ ഉമ്മയും ഉപ്പയും സുഖമില്ലാതെ കിടക്കുകയാണ്. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെ വിഷമം മാറ്റി കൊടുക്കണേ റബ്ബേ. ഒരുപാട് ഉസ്താദുമാരെ ദുആ ചെയ്യാൻ പറഞ്ഞു. എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഉലമാക്കളെ ഇഷ്ടപ്പെടുന്നവരെ നീ ഇഷ്ടപ്പെടണേ അല്ലാ. ഈ വലിയ ജനസാഗരം, ഈ സ്ത്രീകൾ അല്ലാഹുവേ ഒഴുകിയെത്തിയവരാണ് ഈ മണ്ണിലേക്ക്. അവരുടെ ഓരോ ചുവട്ടടിക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കല്ല. അവർ മരിച്ചുപോയവരുടെ മാതാപിതാക്കളുടെ മക്കളുണ്ടെങ്കിൽ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. എന്റെ ഉപ്പ ഖബറിലാണ്, ഇവിടെ പലരുടെയും ഉപ്പമാരും ഉമ്മമാരും ഖബറിലാണ്. ഈ ഫാത്തിഹയും ഈ സൂറത്തും ഈ സ്വലാത്തും ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണത് പുരാനെ. ഒരുപാട് ആവശ്യങ്ങൾ എഴുതി പടച്ചവനെ ഈ കത്തിലൂടെ ഒരുപാട് സങ്കടങ്ങൾ എഴുതി അറിയിച്ചവർ എല്ലാം നിനക്കറിയാം. ഓരോന്നും വായിച്ച് സമയം കളയുന്നില്ല. നീ പരിഹരിക്കണേ റബ്ബേ.